نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل وسلم وبارك على حبيبك ورسولك سيدنا محمد وعلى آل سيدنا مولانا شفيعنا محمد صلاة وسلاما عليك يا سيدنا يا رسول الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. المرء مع من أحب وصدق رسوله الكريم الأمين. يا خير من دفنت بالقاء عظمه فطاب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم وصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. ആദരണീയരായ സയ്യിദ് അവർകൾ, ഉസ്താദുമാർ, ഉമറാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, പ്രവാചക പ്രേമികളായ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സഹോദരി സഹോദരന്മാർ, അല്ലാഹു ജല്ല ജലാൽ മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ സംഗമവും ഇതിൻ്റെ സംഘാടനവും ഇതിൻ്റെ സഹകരണവും പ്രഭാഷണവും ശ്രവണവും പരലോകത്ത് നബിതങ്ങളെ നേർക്കുനേരെ കാണാനും അവിടുത്തെ കൈകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും ഒരു കാരണമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ നല്ല പരിപാടികൾക്ക് നേതൃത്വം നൽകി മൺമറഞ്ഞുപോയ നമ്മുടെ ഉസ്താദുമാർ, പ്രഭാഷകർ, സഹകാരികൾ, മുഴുവൻ ആളുകളുടെയും ബർസഖ് ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് വിശുദ്ധ റബീഉൽ അവ്വലിന്റെ ഈ മാസത്തിൽ വിപുലമായി പരിപാടികൾ സംഘടിപ്പിച്ച് നാം ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ നാടിൻ്റെ വിളക്കും അഭിമാനവും കൂടെയായിരുന്ന മഹാകവി വടക്കിനിയടത്ത് അഹമ്മദ് കുട്ടിമല്ല എന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിൽ സന്തോഷം നൽകുമാറാവട്ടെ. അല്ലാഹു അദ്ദേഹം ചെയ്ത മാലപ്പാട്ടുകൾ, കിസ്സപ്പാട്ടുകൾ തുടങ്ങി അല്ലാഹുവിൻ്റെ ദീനിന് ചെയ്ത ഖിദ്മകൾ സന്തോഷത്തോടുകൂടെ ആസ്വദിക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കുട്ടികളുടെ കലാപരിപാടികളും കലാപ്രകടനങ്ങളും ഇമ്പമാർന്ന പാട്ടുകളൊക്കെ കഴിഞ്ഞ് ഇനി ഇൻഷാ അല്ലാഹ് പ്രൗഢഗംഭീരമായ വലിയ ആളുകളുടെ അറവനമുട്ടും വളരെ പ്രധാനപ്പെട്ട ബുർദയും സാദാത്തുക്കളുടെ നേതൃത്വത്തിലുള്ള ദിക്ർ, ദുആ മജ്ലിസും അതുപോലെ കനപ്പെട്ട ഉപദേശങ്ങളുമൊക്കെ ഇവിടെ ലഭിക്കാൻ ഇരിക്കുകയാണ്. അതിനൊന്നും തടസ്സമായി നിൽക്കാതെ അതോടൊപ്പം ഇനി എന്നെ കാത്തു നിൽക്കുന്ന സ്റ്റേജിലെ ആളുകൾക്കും ഒരു തടസ്സമാവാതെ കുറഞ്ഞ സമയത്ത് ഇൻഷാ അല്ലാഹ് ഏതാനും ചില വിഷയങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുക. നബിദിന പരിപാടി എന്ന് പറയുമ്പോൾ അത് എല്ലാ സ്ഥലത്തും നടക്കുന്നതാണ്.
ഇപ്പോൾ കുറച്ചു കാലമായി വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് വീട്ടിൽ നടക്കുന്ന മൗലീദ് മുതൽ അന്താരാഷ്ട്ര ലെവലിലുള്ള സദസ്സുകൾ അടക്കം നടക്കുന്നത്. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനങ്ങൾക്കും പ്രഖ്യാപനങ്ങൾക്കും ഒക്കെ ഓരോ ദിവസവും കഴിയും തോറും വില വർദ്ധിച്ചു വരുന്നത് പോലെ അവിടുത്തെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്കും മാറ്റും പവറും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ആർഭാടമോ അല്ലെങ്കിൽ നാട്ടാചാരമോ അല്ല റസൂലുള്ളാഹിന്റെ ജനനവുമായി സന്തോഷിക്കുന്ന രീതിയിൽ ഉള്ള ആഘോഷം. വിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. റസൂലുള്ളാഹി തങ്ങൾ എന്ന വ്യക്തിത്വത്തെ മഹബത്ത് വെക്കുക, സ്നേഹിക്കുക പോരാ, ആ ഉള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്നത് വിശുദ്ധ ഇസ്ലാമിൽ നാം ചെയ്യുന്ന ആരാധനകളുടെ കൂട്ടത്തിൽ പ്രധാന ആരാധനയാണ്. ഒരാൾ അമുസ്ലിമായ വ്യക്തി അയാൾ മുസ്ലിമായി അംഗീകരിക്കണം എങ്കിൽ, അള്ളാഹുവിന്റെ ലിസ്റ്റിൽ അയാൾ മുസ്ലിമായി പരിഗണിക്കപ്പെടണമെങ്കിൽ 5 നേരം പള്ളിയിൽ വന്ന് കടക്ക് പോലെ നിസ്കരിച്ചാൽ പോരാ. സക്കാത്ത് നൽകിയാലോ 10 വർഷം തുടർച്ചയായി ഹജ്ജിന് പോയാലോ 25 കൊല്ലം റമദാനിൽ ഒന്നൊഴിയാതെ നോമ്പ് നോറ്റാലോ ആളുകൾക്കിടയിൽ അവൻ മുസ്ലിമാകും. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ മുസ്ലിം അല്ല. അള്ളാഹു ഒരാളെ മുസ്ലിമായി സ്വീകരിക്കണമെങ്കിൽ, ആ മുസ്ലിമായ വ്യക്തി മുസ്ലിമായി പരിഗണിക്കപ്പെടണമെങ്കിൽ ആദ്യമായിട്ട് അവൻ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ പ്രകീർത്തനം മനസ്സറിഞ്ഞ് ഉച്ചരിക്കലാണ്. രണ്ടാമത് അവൻ ചെയ്യേണ്ടത് തൊട്ടടുത്ത് തന്നെ ഈ അള്ളാഹുലേക്ക് നമ്മെ അടുപ്പിച്ചു തന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്ഥാനമാനം മനസ്സിൽ അംഗീകരിക്കുകയും അത് പ്രകീർത്തനമായി നാവ് കൊണ്ട് പറയുകയും ചെയ്യുക എന്നതാണ്. അതുകൊണ്ടാണ് പൊന്നാനിയിൽ പോയി തൊപ്പിയിടാൻ, ജാതിയിൽ കൂടാൻ ഒരാൾ പോകുമ്പോൾ ആദ്യമേ തന്നെ അവന്റെ മാർക്ക കല്യാണം കഴിക്കുകയോ അവന്റെ പേര് മാറ്റുകയോ ചെയ്യുന്നതിന് പകരം ആദ്യമായി ചെയ്യുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്നെ സംവിധാനിച്ച, എനിക്ക് വേണ്ടി പ്രപഞ്ചത്തെ സംവിധാനിച്ച, പ്രപഞ്ചത്തിലെ സകലമാന വസ്തുക്കളെയും സംവിധാനിച്ച, ഇതിന്റെ സൃഷ്ടികർത്താവാകുന്ന പടച്ച തമ്പുരാൻ അവൻ മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ എന്ന അംഗീകാരമാകുന്ന പടച്ച തമ്പുരാന്റെ സ്തുതി കീർത്തനങ്ങൾ അത് കേവലം ഞാൻ നാവ് കൊണ്ട് പറയുക മാത്രമല്ല, ഒരാളെ നിർബന്ധത്തിന് വഴങ്ങാതെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ രൂഢമൂലമായി കിടക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ആശയം, ഈ ആദർശം ഒരാളെ നിർബന്ധിക്കലുമില്ലാതെ ഞാനിതാ തുറന്നു പറയുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ പടച്ച തമ്പുരാനെ പ്രകീർത്തിക്കുക എന്ന, ആ മദ്ഹ് പറയുക എന്ന ആ പ്രഖ്യാപനം നടത്തിയാൽ വിശ്വാസത്തിന്റെ അർദ്ധഭാഗമേ ആകുന്നുള്ളൂ. സെക്കൻഡ് പാർട്ട് കൂടെ ഉടനവൻ കംപ്ലീറ്റ് ചെയ്യണം. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആരാണ് അല്ലാഹു എന്ന് എനിക്കറിയില്ലായിരുന്നു, എന്താണ് അല്ലാഹുവിന്റെ സിഫത്ത് എന്ന് എനിക്ക് നിശ്ചയമില്ലായിരുന്നു, ഏകനായ റബ്ബിന്റെ ക്വാളിഫിക്കേഷൻസ് എനിക്ക് തീരെ പിടിയില്ലായിരുന്നു, അല്ലാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കതെന്ത് മറുപടി പറയാൻ നിശ്ചയമില്ലായിരുന്നു, ഏകനായ പടച്ച തമ്പുരാൻ പ്രപഞ്ചത്തിനുണ്ടെന്നും അവന്റെ യോഗ്യതകൾ ഇന്നതൊക്കെയാണെന്നും അവന്റെ സിഫത്തുകൾ ഇന്നതൊക്കെയാണെന്നും അങ്ങനെ തുടങ്ങി റബ്ബുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചു തന്ന് ആ ഉടമയാകുന്ന റബ്ബിലേക്ക് അടിമയാകുന്നതിനെ അടുപ്പിച്ചു തന്ന മധ്യവർത്തിയാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആകുന്ന ഉടമക്കും ഞാനാകുന്ന അടിമയ്ക്കും ഇടയിലുള്ള മധ്യവർത്തിയായ റസൂലാണ്. ഇതും ഉള്ളിൽ തട്ടി ഞാൻ ഇതാ പ്രകീർത്തിച്ചു പ്രഖ്യാപിക്കുന്നു, വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആദ്യം ഈ ഒരു മൗലിദ് ഓതാതെ, ഈ ഒരു അനുസ്മരണം നടത്താതെ, ഈ ഒരു പ്രകീർത്തനം ചെയ്യാതെ ഒരൊറ്റ മുസ്ലിമിനും മുസ്ലിമാകാനേ കഴിയില്ല.
അപ്പൊ റസൂലുള്ളാഹി തങ്ങളെ പുകഴ്ത്തുക, പ്രകീർത്തിക്കുക, മദ്ഹ് പറയുക, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മൗലിദ് ചൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത് എപ്പോഴെങ്കിലും വികാരത്തിനോ വിചാരത്തിനോ വാശിക്കോ നാട്ടാചാരത്തിനോ അമാലിലുണ്ട് നമ്മളൊന്നും നടത്തുക, കൊല്ലം തോറുണ്ട് നമ്മൾ. അങ്ങനെയല്ല, ഒരു സത്യവിശ്വാസി അനിവാര്യമായി അനുവർത്തിക്കേണ്ട ആരാധനയാണ്. ശേഷമാണ് ബാക്കി എല്ലാ നിസ്കാരങ്ങളും. ഒന്ന്. രണ്ട്, മനുഷ്യവാസത്തിന് തുടക്കം കുറിച്ച് അല്ലാഹു ജല്ല ജലാൽ ആദ്യമായി പടച്ച മനുഷ്യൻ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. ഈ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വാ ബീവിയെ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആരും ഇന്ന് മക്കളായിട്ടുണ്ടാകൂലെന്ന് ഉറപ്പാണ്. അപ്പൊ ആദ്യത്തെ വധൂവരന്മാർ, ആദ്യത്തെ പുതിയാപ്പിളയാകുന്ന ആദം നബി, ആദ്യത്തെ പുതിയണ്ണാകുന്ന ഹവ്വാ ബീവിയെ കല്യാണം കഴിക്കുന്ന, നിക്കാഹ് കഴിക്കുന്ന വേളയിൽ നൽകുന്ന വിവാഹ മൂല്യം മഹർ, സുബ്ഹാനല്ലാഹ്, ലോകത്താദ്യത്തെ ദമ്പതികളാണ്. എന്നല്ല, വളരെ സ്നേഹത്തിലും ഐക്യത്തിലും രഞ്ജിപ്പിലുമായി കഴിഞ്ഞ ആളുകളാണ്. ഈ അടുത്തൊരു തമാശ എഴുതിയൊരു പേപ്പർ, ട്രെയിൻ യാത്രയിൽ കയ്യിൽ കരുതി 1-2 പുസ്തകമൊക്കെ വായിച്ചു തീർന്ന് ട്രെയിൻ അല്പം ഇങ്ങനെ വൈകി പോയപ്പോ പിന്നെ ഇങ്ങനെ നോക്കിയ സമയത്ത് അടിയിൽ കിടക്കുന്ന ഒരു പേപ്പർ കണ്ടു. അപ്പൊ ആ പേപ്പർ വെറുതെ എടുത്തതാണ്. അപ്പൊ അതിൽ ചിത്രകഥ അങ്ങനെ ഉണ്ട്. അപ്പൊ ഏത് ജിപ്പിയിലാ മുത്തുള്ളെന്ന് പറയാൻ പറ്റൂല, ചിലപ്പോ അങ്ങനെയാണല്ലോ. അപ്പൊ ഞാൻ നോക്കുമ്പോ ആ ചിത്രകഥയിൽ ഇങ്ങനെ 2 ആൾ നടക്കുന്ന സംഭാഷണം. ആ സംഭാഷണത്തിൽ ഒരാൾ മറ്റൊരാൾ ചോദിക്കുക, ലോകത്ത് ഏറ്റവും കൂടുതൽ മാനസികമായി സംതൃപ്തി അനുഭവിച്ച വധൂവരന്മാർ ആരാണ് എന്ന ചോദ്യം. അപ്പൊ അതിന് ഇയാൾ കൊടുക്കുന്ന മറുപടി ആദം ഹവ്വാ. ഇത് മുസ്ലിംസിന്റെ പത്രമൊന്നും അല്ല, അല്ലാത്തൊരു പത്രത്തിൽ വന്നതാണ്. ആദം ഹവ്വാ. അപ്പൊ അഡീഷണൽ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്, അതെന്താ അവർക്ക് അത്ര സന്തോഷം ഉണ്ടാകാൻ കാരണോ? അതിനോട് നമ്മൾ യോജിച്ചോണമെന്നില്ല, ചിലത് കൊണ്ട് യോജിച്ചൂടായില്ല. ഏതായാലും മറുപടി വന്നെന്താന്ന് ചോദിച്ചാൽ, അന്ന് അവർക്ക് അമ്മായിമ്മല്ലായിരുന്നു മറുപടി പറഞ്ഞു. ഏതോ ആവട്ടെ, അത് ഇവിടുത്തെ അമ്മായിമാർക്കൊന്നും ബാധകമല്ല. അവർക്ക് നല്ല അമ്മായിമാരായതുകൊണ്ട് മരുമക്കൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകൂല. കാരണം ഇനി എന്തെങ്കിലും കാലത്തോടെ വരേണ്ടി വന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടി വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന സമയത്ത് മൊത്തത്തിൽ തമാശ രൂപത്തിലാണെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ സംതൃപ്തിയോടുകൂടെ ജീവിച്ച ആദ്യത്തെ പ്രഥമ പുതിയാപ്പിളയും പുതിയണ്ണുമായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ, ഈ വിവാഹത്തിൽ മഹറായി കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വസ്തുവാകണം. കാരണം ഇന്നിപ്പം മഹർ പൊന്നു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ വേറെ പല വസ്തുക്കൾ ഇഷ്ടംപോലെ ലഭിക്കാൻ, വീട്ടുപകരണങ്ങൾ ധാരാളമാണ്, വസ്ത്രങ്ങൾ ധാരാളമാണ്. പിന്നെ ഒരു പെണ്ണിന് സ്ഥിരമായി സൂക്ഷിക്കാനും അലങ്കാരത്തിനും പറ്റുന്ന വസ്തു എന്ന രീതിയിൽ പൊന്നു കൊടുക്കുകയാണ്. അന്നെങ്ങാനും പൊന്ന് കിട്ടുകയാണെങ്കിൽ എന്തുമാത്രം ഫലാന്നറിയോ നിങ്ങൾ? മാത്രല്ല, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദ്യം കൊടുത്ത വഹയ്യ തന്നെ വഹയ്യു തക്വീൻ, അങ്ങനെയല്ലേ, നിർമ്മാണാത്മക വഹയ്യാണ്. കാരണം അന്ന് കന്ന് കൂട്ടേണ്ടത് അറിഞ്ഞുകൂടാ, എങ്ങനെ കൃഷി ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ. ഭാര്യാഭർത്തൃ ബന്ധം പോലും ഭൂമിക്കിറങ്ങിയ ശേഷം മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് പഠിപ്പിച്ചു കൊടുത്ത ഹാഫിദൊക്കെ രേഖപ്പെടുത്തി വെച്ചു. അപ്പൊ ഈ രീതിയിൽ എന്തുകൊണ്ടും സ്വർണത്തിന്റെ ആഭരണം വളരെ അനിവാര്യമായൊരു ഘട്ടം. അന്ന് പക്ഷേ പൊന്ന് മഹറായി കൊടുത്തില്ല. നോക്ക്, നമ്മളെ പെണ്ണുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പൊന്നുമായിട്ട് എത്രമാത്രം ബന്ധമുള്ള ആളുകളാണ്. പെണ്ണും പൊന്നും തന്നെ അത്രയും ബന്ധമാണ്. ഹവ്വാ ബീവിക്ക് അത് താല്പര്യമല്ലേ, ആ പൊന്ന് മഹർ കൊടുക്കണ്ടേ. പക്ഷേ ആ പൊന്നിനേക്കാൾ, വെള്ളിയേക്കാൾ, വസ്ത്രത്തെക്കാൾ വാല്യീഡായ ഏറ്റവും വിലപ്പെട്ട സാധനം അന്നതാ മഹർ കൊടുക്കുന്നു. അതേതാണ്? പ്രവാചക പ്രകീർത്തനം തന്നെ, മുത്ത് നബിയുടെ പേരിലുള്ള സ്വലാത്ത് തന്നെ. റസൂലുള്ളാഹിന്റെ പേരിലുള്ള, പേരക്കുട്ടിയുടെ പേരിലുള്ള സ്വലാത്ത് മഹർ കൊടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഹലാലായ രീതിയിൽ ആദ്യത്തെ കല്യാണം കഴിഞ്ഞത്. ഇപ്പൊ തുടക്കത്തിൽ തന്നെ ഞാൻ പറയാ, ഹുബ്ബുർ റസൂൽ പ്രഭാഷണം, റസൂലുള്ളാഹിനുള്ള മഹബത്താണ് നമ്മുടെ വിഷയം. ഒരു സത്യവിശ്വാസിയായ ആൾക്ക് അനിവാര്യമായി ഉണ്ടാകേണ്ടതാണ് റസൂലുള്ളാഹി തങ്ങളുള്ള മഹബത്ത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ കേൾക്കുന്നവരൊക്കെ പറഞ്ഞ് നല്ല മഹബത്തുണ്ട്, നല്ല സ്നേഹമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുടെ കൂട്ടത്തിൽ ഇനി കല്യാണം കഴിക്കാൻ ഇപ്പൊ ഏകദേശം ധാരണയിലുള്ള ഒരു സഹോദരി, ഒരു മനസ്സിലേക്ക് റസൂലുള്ളാഹിന്റെ മഹബത്തും നമ്മൾ തമ്മിലുള്ള ബന്ധം
ഒന്ന് തുലനം ചെയ്യാൻ വേണ്ടി ഞാൻ പറയാണ്. കല്യാണം കടത്താൻ തീരുമാനിച്ച് കണ്ടു ഉറപ്പിച്ച് വിഷയങ്ങളൊക്കെ ധാരണയിലായി. ഇനിയിപ്പം മഹർ എന്ത് കൊടുക്കണോ എന്നാ ചർച്ച. അപ്പോ നല്ല ഇഖ്ലാസ് ഉള്ള സുന്നി പ്രവർത്തകൻ അയാൾ പറഞ്ഞു, ഞാന് 1,00,000 സ്വലാത്ത് മഹർ കൊടുത്തോളാം. സുബ്ഹാനല്ലാഹ്. ഈ മഹബത്തുണ്ട്, റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ട് എന്നൊക്കെ പറയുന്ന ഈ പെണ്ണ്, ആ പെണ്ണിന്റെ ബാപ്പയാകുന്ന അമ്മോശൻ, ആ പെണ്ണിന്റെ ഉമ്മയാകുന്ന അമ്മായിമ്മ, നിങ്ങൾ 1,00,000 സ്വലാത്ത് മഹർ കൊടുത്തോളാന്ന് പറഞ്ഞ മുഖത്തേക്ക് നോക്കൊണ്ടും തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥിന്റെ മുത്തൂക്കിമാരുണ്ടാവും. സുബ്ഹാനല്ലാഹ്. എന്തേ ഇവിടെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹറായി കൊടുത്ത റസൂലുള്ളാഹിനെ പ്രകീർത്തനം. പക്ഷേ നമുക്ക് മഹബത്തുണ്ടെന്ന് പറയുന്നു, വേണ്ടതുപോലെ ഉള്ളിലേക്ക് മഹബത്ത് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ മഹബത്ത് ഊട്ടി ഉറപ്പിക്കാനും അതൊന്നുകൂടെയൊക്കെ കണ്ടീഷനാക്കാനും വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ സദസ്സുകളും മറ്റുമൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ആ രീതിയിൽ ആദ്യം കൊടുത്ത മഹർ പോലും പ്രവാചക പ്രകീർത്തനമാണെങ്കിൽ 2. ഇനി 3ാമത് ഞാൻ പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഔദ്യോഗികമായി പ്രവാചകത്വ പട്ടം പ്രഖ്യാപിക്കാനുള്ള സമ്മതം കിട്ടുന്നത് 40ാമത്തെ വയസ്സിലാണ്. ആ 40ാമത്തെ വയസ്സിൽ ഔദ്യോഗികമായി പ്രഖ്യാപനം ലഭിക്കാനുള്ള അവസരം വരുമ്പോൾ ഉത്തരവാദിത്വത്തിന്റെ ഭാരമോർത്തുകൊണ്ട് അവിടെ നിന്ന് പനിച്ചുപോയി. പ്രകൃതിപരമായ പേടി പേടിച്ചതല്ല. അങ്ങനെ പേടി റസൂലുള്ളാഹിക്ക് ഇല്ലേ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആരോരുമില്ലാത്ത ആ മലയുടെ മുകളിൽ ഇന്ന് ഈ ലൈറ്റും സംവിധാനമൊക്കെ ഉണ്ടായാൽ തന്നെ നമുക്ക് അത് കേറി ഈറാ ഗുഹയിലെത്തണമെങ്കിൽ ഏകദേശം 1 മണിക്കൂറും ചില്ലാനവും പിടിക്കും. എന്നാൽ തന്നെ 16 സ്ഥലത്തിരിക്കേണ്ടതായിട്ടും വരും. അന്ന് ഇലക്ട്രിക് ബൾബുകൾ ഇല്ല, പരിസരത്ത് വീടുകൾ ഇല്ല, ടോർച്ച് കണ്ടുപിടിച്ചിട്ടില്ല, ജനവാസം ഇത്ര തന്നെയില്ല, മൊബൈൽ ഫോൺ കയ്യിലില്ല, ലാൻഡ് ഫോൺ വിളിക്കാനില്ല. ആ കാലഘട്ടത്തിൽ കൂരാക്കൂരിരുട്ടിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പർവ്വതത്തിന് മുകളിൽ കുരങ്ങന്മാർ ഇന്നും വസിക്കുന്ന ആ സ്ഥലത്ത് പോയി ചടഞ്ഞിരുന്നൊറ്റയ്ക്ക് ഇബാദത്ത് എടുക്കണമെങ്കിൽ ഇല്ല, റസൂലുള്ളാഹിക്ക് പ്രകൃതിപരമായ പേടിയില്ല. റസൂലുള്ളാഹി തങ്ങൾ മക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ അതിശക്തമായ ശബ്ദം കേട്ടു എന്ന ചരിത്രത്തിൽ കാണാം. മക്കയിലെ സകലമായ ഖുറൈശികളും പേടിച്ചു ഉറച്ചു. എല്ലാവരും വീടിനകത്ത് ഒളിച്ചിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒട്ടകപ്പുറത്ത് കയറി. ഞാൻ പോയി നോക്കാം എന്താണ് ശബ്ദമെന്ന് നോക്കട്ടെ. ഒറ്റക്ക് റസൂലുള്ള പോയി. ധീരനാ റസൂലുള്ളാഹിക്ക് പേടിയില്ല. പക്ഷെ ലഭ്യമായ സ്ഥാനമാകുന്ന നബുവത്ത്, ഉത്തരവാദിത്വ ബോധമാകുന്ന ഭാരം മനസ്സിലേക്ക് വന്ന് പനി പിടിച്ചിട്ട് വീട്ടിലേക്ക് ചെന്നുകൊണ്ട് സമ്മിലൂനി ഖദീജ, പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവിയോട് പദപ്പെട്ട് മൂടാൻ ആവശ്യപ്പെടുകയാണ്. ആ ടെൻഷൻ പിടിച്ച് വിഷമിച്ച് പനിച്ച് ചെല്ലുമ്പോ നബുവത്ത് കിട്ടിയിട്ട് ഒഫീഷ്യൽ പ്രബോധനത്തിന്റെ ആദ്യത്തെ ഘട്ടം, ആ ഘട്ടത്തിൽ അങ്ങ് ചെന്നപ്പോ പ്രിയപ്പെട്ട ഭാര്യ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ സൊല്യൂഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്ന രീതിയിൽ ആദ്യമായി കൊടുക്കുന്ന എന്താ നിങ്ങള്? നമ്പർ 1 ബർസഞ്ചി മൗലൂദ. ബർസഞ്ചി പേരൊന്നും ബുഖാരി കാണൂല, പക്ഷേ കാണാം കല്ലാ ലാ യുഖ്സികല്ലാഹു അബദാ. പിന്നെ അങ്ങോട്ട് മൗലി തന്നെ ഇന്നകല തഹമിലുൽ കല്ല വതക്രിൽ ലൈഫ വതക്സിൽ മഅദൂം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ മുഖത്ത് നോക്കിയിട്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹ നമ്പർ 1 മദ് പ്രകീർത്തനം ഇങ്ങനെ പറയുക. നിങ്ങൾ ഒരിക്കലും പടച്ചോൻ കൈവടിയൂല. കുടുംബബന്ധം ചാർക്കുന്ന ആളല്ലയോ, അതിഥികളെ വേണ്ടതുപോലെ പരിഗണിക്കുന്ന വ്യക്തിത്വമല്ലയോ, അശരണർക്ക് അത്താണിയല്ലയോ, പാവങ്ങൾക്ക് അങ്ങ് സഹായിയല്ലയോ, ഇല്ലാത്തവരെ കുടിപ്പിക്കാറില്ലയോ, ഭക്ഷണം കൊടുത്ത് സഹായിക്കാറില്ലയോ. കല്ലാ ലാ യുഖ്സികല്ലാഹു അബദാ.
അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ളാഹിനെ പുകഴ്ത്തി അങ്ങ് പറയുന്നു, അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. ഓ നബിയെ, അങ്ങ് ഉമ്മയാണോ അല്ല ഉപ്പയാണോ? ഉപ്പയ്ക്കും ഉമ്മക്കും പോലും ഒരു സഹായവും ചെയ്യാൻ കഴിയാത്ത ദിവസത്തിൽ, അല്ലെങ്കിൽ യൗമ യഫിറുൽ മർഉ, പരസ്പരം ഓടി അകലുന്ന ദിവസത്തിൽ, അനലഹാ അനലഹാ രംഗത്ത് വന്ന് സഹായിക്കുന്ന നബിയേ, ഇന്നാ ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല്ല സുറുജി. വല്ല മുഅ്മിനായ മനുഷ്യന്റെയും ഹൃദയാന്തരാളത്തിൽ നബിയെ അങ്ങ് സ്ഥാനം പിടിച്ചാൽ, ഹൃദയമാകുന്ന വീട്ടിൽ അവിടത്തോടുള്ള മഹബത്ത് സ്ഥാനം പിടിച്ചാൽ, ലൈസ മുഹ്താജൻ ഇല്ല സുറുജി, പിന്നെ മറ്റൊരു വഴികാട്ടിക്ക് ആവശ്യമില്ല. അത്രയും പൂർണ്ണ വ്യക്തിത്വമാണ് നബിയെ അങ്ങ്. അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തുക തന്നെ. നബുവത്ത് കിട്ടിയിട്ട് വരുമ്പോ ഖദീജ ബീവി ആദ്യം തന്നെ മൗലിദ് ഇങ്ങനെ ഊതുകയാണ്. ഇടയ്ക്ക് വെച്ച് ഞാൻ പറയാ, ഈ മൗലിദ് മാല നിവേദനാഘോഷം എന്നൊക്കെ കേൾക്കുമ്പോ അലർജി ഉള്ള ചില ആൾക്കാരുണ്ട്. വേപ്പ് നായ്ക്കൊക്കെ വെള്ളം കണ്ടമായിരിക്കും, അത് കേൾക്കുമ്പോഴേ കടം കാണാം. ഈ അല്ലാഹുവിന്റെ റസൂൽ നബുവത്ത് കിട്ടിയിട്ട് ആദ്യ രംഗത്ത് വരുമ്പോ തന്നെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി സ്വീകരിക്കണ മൗലിദ് ഓതിയിട്ടാ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറയണ ഷട്ടപ്പ് യുവർ മൗത്ത്, പുത്തരി തന്നെ കല്ലടിക്കാം, ഇതുവരെയുള്ള പോലെയല്ല, ഞാൻ നബിയാ. അതുകൊണ്ട് എല്ലാ ഉച്ചനീചത്വങ്ങൾക്കുമെതിരിൽ, ഖുറാഫാത്തുകൾക്കുമെതിരിൽ, അന്ധവിശ്വാസങ്ങൾക്കെതിരിൽ, അനാചാരങ്ങൾക്കെതിരിൽ അടനാടാനുള്ള പെർമിഷനുമായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എന്നിട്ട് അതുമായിട്ട് ഒരു ആദ്യം തന്നെ മൗലിദ് വീരാകുട്ടിയൊക്കെ പറഞ്ഞ മാതിരി പൊരിയിലിരുന്ന് ചാമ തിന്ന് 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 മടുത്ത് പെണ്ണുങ്ങളെ വീട്ടിൽ വിരുന്നു പോയി. നോക്കുമ്പോ അവിടെ അന്ന് ചാമ പുത്തരിയാണ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇതൊക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടി നബുവത്തുമായിട്ട് വന്ന് നോക്കുമ്പോ ഈ മൗലിദ് ഓതിയിട്ടാ സ്വീകരിക്കണേ, ഊട്ടനെ നിർത്തിക്കോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, മക്കത്തുൽ മുക്കറമയിൽ മതപ്രബോധനത്തിനുള്ള സാഹചര്യം അനുകൂലമല്ലെന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ മദീനയിലേക്ക് ചെല്ലുന്നു. മദീന നിവാസികൾ തനിയത്തുൽ വദാഇലൂടെ കടന്നു വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെയും കണ്ട മാത്രയിൽ ദഫ് കയ്യിൽ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് ആ ബാലവൃദ്ധ ജനങ്ങളും ആവേശത്തോടെ പാടിയെന്ന് ചരിത്രം പറയുന്നു. ത്വാല അൽ ബദ്റു അലൈനാ, സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ പ്രഭയോട്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഭയെ ചന്ദ്രന്റെ പ്രഭയോട് ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത്. മിൻ സനിയാത്തിൽ വദാ, ഓ കണ്ടില്ലേ കടന്നു വരുന്നു പ്രകാശഗോപുരം, പോരാ പോരാ വജബ ശുക്രു അലൈനാ മദാലില്ലാഹിദാ. ഇത് ഒറ്റ കളി കൊണ്ട് നിർത്തേണ്ട കേസല്ല, ഒരു വട്ടം മാത്രം ദഫടിച്ച് നിർത്തേണ്ടതല്ല. കാലാകാലം ഇത് ശുക്രെന്ന രീതിയിൽ വേണ്ടതു തന്നെ. അല്ലാഹുവിന്റെ ഹബീബനെ ഇങ്ങോട്ട് കണ്ടപ്പോ ദഫടിച്ചുകൊണ്ട് മൗലിദ് ചൊല്ലിയിട്ട് പുന്നാര റസൂലുള്ളാഹിനെ സ്വീകരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയണമായിരുന്നു, പടച്ച തമ്പുരാനെ, പണ്ടൊരാള് പറഞ്ഞ പോലെ പട പേടിച്ച് പന്തെളുത്തി എന്നപ്പോ അവിടെ പന്തം കൊളുത്തിപ്പടാന്ന് പറഞ്ഞതുപോലെ മദീനത്ത് നിന്ന് ഇതൊക്കെ പേടിച്ച് ഇങ്ങോട്ട് വന്നപ്പോ ഇവിടങ്ങളും മൗലൂദോണ്ടാ സ്വീകരിക്കണേ, ഇതൊരു അപലക്ഷണമാണല്ലോ എന്ന് അല്ലാഹുവിന്റെ നബി പറഞ്ഞില്ലെന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സഹകരിച്ചു കൊടുക്കുന്നു. തബൂക്കിന്ന് വന്നപ്പോഴും മക്കം ഫത്ഹ് കഴിഞ്ഞു വന്നപ്പോഴും സ്വയം സ്വഹാബത്ത് ചൊല്ലി സ്വീകരിക്കുന്നു. എന്താ നിങ്ങള്
ഒരാൾക്ക് റസൂലുള്ളാഹിന്റെ മേൽ മഹബത്ത് മനസ്സിൽ ഉണ്ടോ എങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മദ്ഹ് വരും. അതൊരാൾ പറഞ്ഞു കൊടുക്കണ്ട. ഈ മഹബത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം, ഇഷ്ക് എന്നൊക്കെ പറഞ്ഞാൽ അത് മെഡിക്കൽ ഷോപ്പിൽ നിന്നും ആര്യവൈദ്യശാലയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നതല്ല. എന്നാലത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ കഴിയോ? ഇല്ല. ഒരാൾ ചോദിക്കാം മഹബത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനോട് മഹബത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് ചില ആൾക്കാർ പറയണ എന്താ അറിയോ? മഹബത്ത് പറഞ്ഞാണ് കേൾക്കലാണ്. അല്ല മൗലിദല്ലല്ല, പാട്ടുപാടലല്ല, മുത്തനബി പറഞ്ഞമാരൊക്കെ കേൾക്കുക, സുന്നത്തൊക്കെ എടുക്കുക, അതാ മഹബത്ത്. അല്ലാതെ മൗലിദ് ഓതൽ മഹബത്തല്ല. അത് ഇവർക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താന്ന് തിരിയാത്തത് കൊണ്ടാണ്. അഞ്ജനം എന്നത് ഞാൻ അറിയും, അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞില്ലേ? അഞ്ഞളും തിരിയില്ല, മഞ്ഞളും തിരിയില്ല, വെളുപ്പും തിരിയില്ല. ഇതേപോലെ മഹബത്ത് എന്താണ് എന്ന് അറിയാത്തവരാണ് സത്യത്തിൽ ഈ പറഞ്ഞെടുത്ത് പിന്നിൽ. എന്താ ചോദിക്കട്ടെ, മഹബത്ത് എന്താ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും? ഇല്ല. മഹബത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളിലുണ്ടാകുന്ന ഒരു തരം വികാരം. അതെങ്ങനെ ചോദിച്ചാൽ അനുഭവിച്ചറിയണം. അതാ മഹബത്ത്. അതറിഞ്ഞു സ്വാഭാവികരാമന്. ഞാൻ പറയട്ടെ, 72 വയസ്സ് രാജിയൻ ഒപ്പം ചായ കുടിക്കായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും കുടിക്കുന്ന ചായ മൂപ്പര് കുടിക്കണില്ല. എന്തെന്ന് വെച്ചു, വിത്തൗട്ട് ഉണ്ടോന്ന് വെച്ചു. വിത്തൗട്ട് എന്തേ? അല്ല, പഞ്ചസാരക്ക് 32 രൂപ കിലോ വില. അങ്ങനെയല്ല, പഞ്ചസാര സ്റ്റോക്കാ. അതുകൊണ്ട് ഇനി തൽക്കാലം ഇപ്പൊ 300, 400 ചില്ലറൊക്കെയാണ് ഷുഗർ. അല്ലാ, അതോടെ ഇനി വിത്തൗട്ട് ചായ കുടിക്കണോ? ആ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം ഹാജിയെ പതുക്കെ വിളിക്കുക. അല്ല ഹാജിക്ക, ഈ മധുരം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അതെങ്ങനെ? മധുരം എന്ന് പറഞ്ഞാൽ അത് മധുരം തന്നെ. അല്ല, എന്നാലും മധുരം എന്ന് പറഞ്ഞാൽ എന്താണ് ഹാജിക്ക? അത് മധുരം തന്നെ. ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയും? പണ്ട് തമിഴ്നാട്ടിലെ കുട്ടിക്ക് കിതാബോധി കൊടുത്തപ്പോ ഹൈവല തസവറാക്കിയ കഥ പറയുന്നുണ്ട് ഉസ്താദ്മാർ. ചോദിച്ചു എന്ന് പറഞ്ഞു. അല്ല, വിളങ്കിയോ എന്ന് വെച്ചു. ഓ, വിളങ്കി കസറത്ത് എങ്കിൽ എപ്പിടിയാന്ന് വെച്ചു. എങ്ങനെയാണത്, എന്താ സാധനം? അപ്പൊ ഇയാൾ മറുപടി പറഞ്ഞു, വിളങ്കി കസറത്ത് ചൊല്ല മുടിയാത്. സംഗതി തിരിഞ്ഞിട്ടുണ്ട്, പറയാൻ കഴിയൂല. അങ്ങനെയുണ്ട്. എന്താണ് രസം, എന്താണ് മധുരം എന്ന് ചോദിച്ചാൽ ഉള്ളിലുണ്ട്, പറയാൻ കഴിയൂല. പിന്നെ എന്ത് ചെയ്യണോ? ലേശ പഞ്ചസാര എടുത്തിട്ട് വായി കിട്ടുകൊടുക്കാം. ഇനി ഒന്ന് അരിച്ചറക്കി വെക്കാം. എന്തോന്ന്? അതാ മധുരം. നിങ്ങള് ഇങ്ങനെ ചില വിജിതാനിയായിൽമുണ്ട്. അത് പറഞ്ഞാ തിരിയില്ല, എഴുതി കൊടുത്താ മനസ്സിലാകൂല. അനുഭവിച്ച് തന്നെ അറിയണം. ആ അനുഭവജ്ഞാനം ഉള്ളവർക്കേ മുഅ്മിനാകാൻ കഴിയൂ എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതിന്റെ ആകത്തുക. അഥവാ ഒരാൾ സത്യവിശ്വാസിയാകണോ, അവൻ സ്വർഗത്തിൽ കടക്കണോ, റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് ഉള്ളിൽ കടക്കാതെ യഥാർത്ഥ മുഅ്മിനല്ല. ഇത് കേവലം നാവ് കൊണ്ടങ്ങ് പറഞ്ഞു പോയാൽ പോരാ, ഉള്ളിന്റെ ഉള്ളിൽ കടക്കുക തന്നെ വേണം. അതുകൊണ്ടല്ലേ സ്വർഗത്തിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കൊടുക്കപ്പെട്ട സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ഞാൻ ഇന്ന് റസൂലുള്ളാഹിന്റെ അതിർത്തിൽ ചെന്നൊരു പ്രബന്ധം അവതരിപ്പിക്കാൻ പോവാണ്. അതിങ്ങോട്ട് കേട്ടാൽ മുത്തുനബി എനിക്ക് 100 മാർക്ക് തരുന്ന ഉറപ്പാ. കാരണം ഇതുവരെ ഒരു കുട്ടിയും ചെന്നിട്ട് നബിയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ആദ്യമായിട്ട് പറയാണ്. അപ്പൊ 100 മാർക്ക് കിട്ടും. വലിയ പ്രതീക്ഷയിൽ ഉമർ ഫാറൂഖ് ചെല്ലാം. എന്നിട്ട് എന്തേ പറഞ്ഞത്? യാ റസൂലുള്ളാഹ്, ഞാൻ കാര്യം പറഞ്ഞോട്ടെ? ഓ പറയാം. ഇന്നി ഉഹിബ്ബുക ബഅദ നഫ്സി യാ റസൂലല്ലാഹ്. ഓ, വല്ലാത്ത വാക്കാണ്, ഒരാളും പറയാത്ത വാക്ക്. എന്റെ സ്വന്തം തടി കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് നബിയെ അവിടുത്തെ ശരീരത്തെയാണ്. ഇതൊരു വർത്താനാണ് സത്യത്തിൽ. കാരണം നമ്മൾ സ്വന്തം തടിയാണല്ലോ ഏതൊരാളും ഏറ്റവും സ്നേഹം കാണിക്കുക. നമ്മൾ പറയും, എനിക്ക് എന്റെ മക്കളോട് സ്നേഹമാണ്, എന്റെ ഭാര്യയോട് സ്നേഹമാണ്, എന്റെ ഉമ്മാനോട് സ്നേഹമാണ്. ഭാര്യയെ ചിലപ്പോ കിട്ടുമ്പോ കരളെ, ലിവറെ, പുരളെ, കുടലെ എന്തൊക്കെയോ പറഞ്ഞു. ഒക്കെ ശരിയാ. പല്ലുവേദന അങ്ങനെ ഇളകി കളിക്കുമ്പോ ഒന്ന് ഉറങ്ങി കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ച് കുടുങ്ങിക്കുകയാണ്. എങ്ങനെയോ കണ്ണിമ്പിയതാ. അപ്പോഴാണ് കുടിക്കാറ്റ് നോക്കി കുറച്ച് കഞ്ഞി കുടിച്ച് കടന്നോളി സ്നേഹിച്ചിട്ട്. കഞ്ഞിക്ക് ഉണ്ടാക്കണ്ട അവിടെ പിന്നെ അവിടെ കരളുമില്ല, ലിവറുമില്ല, കുടലുമില്ല. എന്തേ? ഈ പല്ലുവേദനയായി കടന്നപ്പോ ഒരൊറക്ക് കിട്ടിയതോട് ബുദ്ധിമുട്ടിച്ചാ നിങ്ങൾ. എങ്കിൽ അവൻ ഏറ്റവും വലുത് അവനവന്റെ തടി തന്നെയാണ്. ഇത് വെച്ചിട്ടാണ് ഇഖ്ലാസോടെ ഉമർ ഫാറൂഖ് പറഞ്ഞത്, ഇന്നി ഉഹിബ്ബുക നഫ്സി യാ റസൂലല്ലാഹ്. എന്റെ സ്വന്തം തടി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഞാൻ സ്നേഹിക്കുന്നത് നബിയെ അവിടത്തോടാണ്.
ഉടനെ റസൂലുള്ള കൂളായിട്ട് പറഞ്ഞു, ബഅദ നഫ്സിക യാ ഉമർ, നിങ്ങളെ സ്വന്തം തടി കഴിഞ്ഞിട്ടാണല്ലേ ഉമറേ. ഇതേ പറഞ്ഞിട്ടുള്ള വേറൊന്നും പറഞ്ഞിട്ടില്ല. സമജ്ദാർ കെ ലിയേ ഇഷാറ കാഫി ഹേ, ബുദ്ധിയുള്ളവർക്ക് സൂചന മതിയാകും. ഉടനെ തിരുത്തി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മിൻ നഫ്സി യാ റസൂലല്ലാഹ്, സോറി നബിയേ, എന്റെ സ്വന്തം തടിയേക്കാൾ ഞാൻ തങ്ങളെ സ്നേഹിക്കുന്നു. അപ്പൊ റസൂൽ എന്ത് പറഞ്ഞു? ഇങ്ങനെ പറഞ്ഞോ, വളരെ ഉഷാറട്ടോ, 100 മാർക്ക് ഇല്ല. അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? അൽ ആന യാ ഉമർ, അൽ ആന യാ ഉമർ, ഇപ്പോഴേ ഉമറേ ഉമറായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും മുഅ്മിനാകാൻ കഴിയണോ, റബ്ബവൻ അംഗീകരിക്കണോ, ഏറ്റവും പ്രധാനമായി വേണ്ടത് സ്വന്തം തടിയേക്കാൾ മുത്തുനബിയെ പ്രേമിക്കലാണ്. ബിലവല് അരങ്ങൊക്കെ കെട്ടി ഘോഷയാത്രയൊക്കെ നടത്തി സമ്മാനൊക്കെ കൊടുത്ത് പാട്ടൊക്കെ പാടി എല്ലാം ചെയ്യുമ്പോ അത് ഫലവത്താകണമെങ്കിൽ നമ്മൾ പുനർവിചിന്തനം നടത്തുന്ന സമയമാണ്. മൗലിദോദന സ്നേഹമൊക്കെ ശരി, പക്ഷെ റസൂലുള്ളാഹിനോട് പൂർണ്ണമായ മഹബത്തുണ്ടോ? മറ്റൊരു പറഞ്ഞ ഏതാനും ശരിയല്ല. അതായത് നബി പറഞ്ഞ കേൾക്കൽ മാത്രമാണ് മഹബത്ത്, അത് പറയുന്ന മഹബത്തല്ല, അത് ശരിയല്ല. പറഞ്ഞ കേൾക്കാൻ സ്നേഹം ഉണ്ടായിക്കോണമെന്നില്ല. ഇപ്പൊ കുഞ്ഞർമുട്ടിയാക്കാനെ പോലീസ് വിളിച്ചുകൊണ്ടേ ഞാനും പറയാം, പോലീസ് കൊണ്ടുപോയി ലോക്കപ്പിലിട്ടു. ഇട്ടിട്ട് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇയാളാണെങ്കിൽ ലേശം വെള്ളത്തിലാന്ന് വെച്ചോ, കുഞ്ഞർമുട്ടിയൊക്കെയല്ല പിടിച്ചോണ്ടോ അയാൾ ലേശം വെള്ളത്തിലാന്ന് വെച്ചോ, കുനിഞ്ഞു നിൽക്കടാ. ഇയാള് പാവം റുക്കൂ അന്ന് വരെ ചെയ്യാത്ത മനുഷ്യൻ, പക്ഷെ ചെയ്യുന്നേ മട്ടം പോലെ മുതുകും പെരടി ഒക്കെ സമാക്കിയിട്ട് റുക്കൂ. ഇവിടെ എഴുന്നേറ്റ് നിൽക്ക്. ഇയാള് ചെറിയ കുട്ടിയെ പോലെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇനി നേരെ താഴേക്കുവോ, മുട്ടുകാലി പിടിക്കും, എല്ലാം ചെയ്യാണ്. എന്തേ അത് ചെയ്തിട്ടില്ലേ ഉറപ്പാണ് ഊരക്ക് പാർസലായിട്ട് വരും കുത്ത്. അത് പേടിച്ചിട്ട് ചെയ്യാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ അംഗീകരിക്കുമ്പോൾ ഇയാളെ മനസ്സിലുള്ള എന്താ പഹയ പുറത്തങ്ങട്ട് ഇറങ്ങട്ടെ എന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് ഇപ്പൊ ഈ പറയും പോലൊക്കെ ചെയ്യാൻ ഇവിടെ പോലീസുകാരൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്നത് കൊണ്ട് പക്ഷേ കാര്യമല്ല. കാരണം അത് പോലീസുകാരൻ അംഗീകരിക്കുന്നത് സ്നേഹത്തോടെയല്ല, മറിച്ചൊരു കൊച്ചുകുട്ടി 1ാം ക്ലാസ് മദ്രസയിൽ ചേർത്ത കുട്ടിയാണ്. ചേർത്തതിന്റെ പിറ്റേ ദിവസം ആ കുട്ടി മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് വന്ന് ഉമ്മ ഞാൻ പോകൂല വാശി പിടിക്കുന്നു. ബാപ്പയാണെങ്കിൽ ഗൾഫിലാണ്. ലാസ്റ്റ് കുട്ടി പറഞ്ഞു, ഉമ്മ ഞാൻ പോകണമെങ്കിൽ എനിക്ക് ഐസ് വാങ്ങാൻ 2 രൂപ തരണം. ഒറൈസല്ലോ, അത് തിന്നാ മഞ്ഞപ്പിത്തുണ്ടാവുന്ന സിറാജിന്റെ റിവായത്ത് ഇന്ന് കണ്ടത്. ഞാൻ പറയാ, എനിക്ക് ഐസ് വാങ്ങാൻ വേണ്ടി 2 രൂപ തരണം, തന്നെങ്കിലേ ഞാൻ മദ്രസയിൽ പോകൂ. ഇതൊരു കൊച്ചുകുട്ടി പറയുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മൾ ഉമ്മമാരകത്ത് ചെന്നിട്ട് പതുക്കെ 2 രൂപ എടുത്തു കൊടുക്കുന്നു. എന്താ? അതാ കുഞ്ഞിനോടുള്ള മഹബത്താണ്. കുട്ടികളോട് സ്നേഹമുള്ളമാരങ്ങനെയാണ്. ഇപ്പൊ ഇന്ന് കിട്ടിയ ഒരു പ്രകാരം ഇനിയാന്ന് 3 മക്കളുടെ ഒരു തള്ള ഒരു അണ്ണാച്ചി ചക്കന്റെ കൂടെ പോയി കഴിഞ്ഞു എന്നാണ്. അതൊരു പണ്ഡിതന്റെ ഭാര്യ. അല്ലാഹു നമുക്ക് സലാമത്തും ബിസത്തും നൽകുമാറാകട്ടെ. ഒരു മോളുടെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. ആ നിക്കാഹ് കഴിഞ്ഞതാണ്, ബാപ്പ നാട്ടിലുണ്ട്. എന്നിട്ട് പോയി എന്ന് പറയുമ്പോ ഇത് റസൂലുള്ളാഹി പ്രവചിച്ച പ്രവചനത്തിന്റെ അവസാനത്തേക്ക് എത്തുകയാണ്. അത് പിന്നെ കേരള യാത്രയുമായി ബന്ധപ്പെട്ട മാനവികതയുടെ പ്രമേയത്തിന്റെ വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നാൽ നീണ്ടു പറയേണ്ടി വരും. തെളിക്കാൻ ഇപ്പൊ അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഹബീബായ മുത്തുനബിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉള്ളിൽ തട്ടിയുള്ള സ്നേഹം, ആ സ്നേഹമാണ് ഈ കുഞ്ഞിന്റെ മുമ്പിൽ ഉമ്മ കാണിച്ചതെങ്കിൽ അതേ ഇത്താകത്താണ് സ്വഹാബത്ത് കാണിച്ചത്. അതുകൊണ്ടല്ലയോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി സ്വഹാബാ കിറാമിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചാൽ, ചിലപ്പം സ്വഹാബത്തെ എന്താന്ന് ചോദിച്ചാൽ അറിയില്ലെങ്കിൽ ഉടനെ സ്വഹാബത്തിന് പ്രതികരണം എന്താ? അല്ലാഹു റസൂലുഹു അലം, അല്ലാഹും റസൂലിനും അറിയാം. അള്ളാഹുവിന്റെ റസൂലിനെ കൂട്ടിക്കെട്ടി പറയാണ്. അല്ല സ്വഭാവത്തെ ശത്രുക്കൾ വന്നിട്ടുണ്ട്, നമ്മൾ എന്താ ചെയ്യേണ്ടത്? യുദ്ധം ചെയ്യണോ മിണ്ടാണ്ടിരിക്കണോ? ഉടനെ സ്വഭാവത്തിന്റെ പ്രതികരണം, ഞങ്ങളെ ബാപ്പാനെയും ഉമ്മാനെയും മയ്യിത്താക്കിയിട്ടായാലും വേണ്ടില്ല നബിയെ, അങ്ങനെ ഞങ്ങൾ സംരക്ഷിക്കും.
ഓ, സ്വന്തം ബാപ്പാനെയും ഉമ്മാനെയും പോലും ഫിദ കൊടുത്ത് റസൂലുള്ളാഹിനെ സംരക്ഷിക്കുക. പറയാൻ ചിലപ്പോ നമ്മളും പറയും രക്തം വേണോ രക്തം ഇതാ, പിന്നെന്താണ് ജീവൻ വേണോ ജീവൻ ഇതാ. ഓ നേതാവേ ധീരതോടെ നയിച്ചോളി, ലക്ഷം ലക്ഷം പിന്നാലെ. പോലീസിന്റെ ലാത്തി കറുത്തത്തോണ്ട് അവിടെ കിട്ടിയാൽ മതി, ഇവിടെ വണ്ടി തടിക്കും ചെയ്യും. പിന്നെ നേതാവ് നമ്മൾ നോക്കൂല. അങ്ങനെ ഇഖ്ലാസ് ഇല്ലാത്ത വർത്താനല്ല. റസൂലുള്ളാഹിനോട് വന്നിട്ട് ഫിദാക ഹബീബ ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ ബാപ്പയും ഉമ്മയും അങ്ങേക്ക് ദണ്ഡമാണ് നബിയേ എന്ന് ആത്മാർത്ഥമായി സ്വഭാവത്ത് പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ പ്രവൃത്തി അത് ശരിക്കും നാം കാണുന്നു. നമ്മളങ്ങനെ നമ്മളിപ്പോ വളരെയാൻ വേണ്ടി ഉസ്താദ് വന്നാല് മദ്രസക്ക് സിമെന്റ് വേണമെന്ന് പറഞ്ഞാൽ 100 ചാക്ക് കോമുകുട്ടിയേജിന്റെ വക. അപ്പൊ അൽബുട്ടിയേജിന്റെ മുത്തക്ക് എല്ലാവരും നോക്കുകയാണ്. ഇനിയിപ്പോ ഞാൻ ഇപ്പൊ എങ്ങനെ കോഴി ഒന്ന് കുറച്ച് അറുക്കുക, 100 ഉണ്ടാവും അമുപ്പര് എഴുതി. ഇനിയിപ്പോ മറ്റേതാ എന്നാ പിന്നെ 50 ഏക്കറിന്റെ എഴുതിക്കോ ഹംസകുട്ടിയേജി. 4 കൊല്ലം കഴിഞ്ഞ് മദ്രസന്റെ 3ാം വാർഷികത്തിൽ വരുമ്പോ സ്വകാര്യമായിട്ട് കമ്മിറ്റി പ്രസിഡന്റ് പറയാ അന്നേറ്റ 100 ചാക്ക് ഇപ്പോൾ അവിടെ കിടക്കുക കേട്ടോ. ഏത് ആ രീതിയിലല്ല, അത് ആളെ മുമ്പിൽ കുഞ്ഞപ്പോകാനുള്ള ഏൽക്കലാണ്. ഇവിടെ ഒന്നും അങ്ങനെയല്ല, നിങ്ങളൊക്കെ ഏറ്റാൽ അപ്പം കൊടുക്കുന്ന ആൾക്കാരാണ് വേറോട് ഇല്ലെങ്കിൽ. അതേ സമയത്ത് സത്യത്തിൽ റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് അങ്ങനെയല്ല. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂൽ എന്ന് വെച്ചാൽ ജീവന്റെ ജീവനാണ്. നബി തങ്ങൾ പറഞ്ഞെടുത്തുന്ന ഒരു ചെറിയ പോയിന്റ് അങ്ങ് നീങ്ങാൻ സ്വഹാബത്തിന് മനസ്സ് വരില്ല. ഒരൊറ്റ സാമ്പിൾ മാത്രം ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീന ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അന്നൊരു വെള്ളിയാഴ്ച ദിവസം വളരെ നേരത്തെ തന്നെ കുളിച്ചു ഫ്രഷായി അങ്ങനെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോകുമ്പോ ആ പോകുന്ന വഴിയിലാണ് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടുള്ളത്. ആ വീടിന്റെ മുകൾ ഭാഗത്ത് നിന്ന് അന്ന് അവിടെ അറുത്തിരുന്ന ആട്, ഈ ആടിന്റെ മാംസം കഴുകിയ വെള്ളം അത് വാഷ് ബേസിനിലൂടെ പുറത്തേക്ക് ചാടി. അപ്പൊ അന്നൊക്കെ ഈ വേസ്റ്റ് വെള്ളം പോകാനുള്ള കുഴൽ കാരണം PVC പൈപ്പ് ഒന്നും അന്ന് സമസ്ത അംഗീകരിക്കാത്തതാണല്ലോ, ഇന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അന്ന് പഴയ സിലബസ് പ്രകാരം വലിയ മരം കെട്ടെടുക്കും, അത് ഉളി വെച്ചിട്ട് ചാലാക്കിയിട്ട് അതങ്ങോട്ട് ഫിറ്റാക്കി കൊടുക്കലാണ്. ഇതാണ് പഴയ കാലത്തെ വേസ്റ്റ് ചാല്. ഈ വേസ്റ്റ് ചാലിലൂടെ ന്റെ ഭാര്യ ഈ ഇറച്ചി കഴുകിയ വെള്ളം പുറത്തേക്ക് അങ്ങ് പാർന്നു. സുബ്ഹാനല്ലാഹ്. ആ വെള്ളം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഡ്രസ്സിലേക്ക് അങ്ങ് തെറിച്ചപ്പോൾ ഉമറുൽ ഫാറൂഖിന് ദേഷ്യം പിടിച്ചു പോയി. നമ്മളിപ്പോ മർക്കസ് പോകാൻ വേണ്ടി തുണിപ്പായൊക്കെ മാറ്റിയിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ്. 5000 കൂണെടുത്ത് തീരെ റോഡ് സൈഡിൽ നിൽക്കുമ്പോ ഒരു ബൈക്കുകാരൻ വന്ന് തീർപ്പിക്കാനാ. നമ്മളെ കയ്യിലങ്ങാൻ ആ സമയത്തോനെ കിട്ടിയ പുളിയർമ്പനെ തിരുമ്പ് പോലെ തിരുമ്പൂലേ. കാരണം മർക്കസ്ക്കല്ലേ നമ്മൾ പോണ ഏപ്പിസ്ഥാൻ മുമ്പ് പോകുമ്പോ ഒരു വൃത്തിയും പെടുപ്പില്ലാതെ എങ്ങനെ പോകാൻ പറ്റുക? അതല്ലേ നമ്മളെ ആലോചന എങ്ങനെയല്ലേ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് ഈ മാംസം കീറിയ വെള്ളം അങ്ങ് തെറിച്ചപ്പോൾ ദേഷ്യം പിടിച്ചു പോയി. ഏതാണ് ഈ വീട് എന്ന് മനസ്സിലാക്കി ഖലീഫയാണല്ലോ, ഭരണാധികാരിയാണല്ലോ. ഏത് തെറ്റ് കണ്ടാലും അപ്പോൾ പ്രതികരിക്കൽ ഭരണാധികാരിയുടെ ബാധ്യതയാണ്. നേരെ മുകളിലേക്ക് അങ്ങോട്ട് കയറി വാതിൽ മുട്ടി. നോക്കുമ്പോൾ ആണുങ്ങളാരും വീട്ടിലില്ല. എന്തേ കാരണം? സ്വഹാബത്ത് സുന്നികളായതുകൊണ്ട് തന്നെ. അതെന്താ? വെള്ളിയാഴ്ച വന്ന ആണുങ്ങളൊക്കെ പള്ളിയിൽ പോകും, പെണ്ണുങ്ങളൊക്കെ പൊരയിലുണ്ടാകും. ഇതാണല്ലോ സുന്നികളുടെ പരിപാടി, അതാണല്ലോ സ്വഹാബത്തിന്റെ ചര്യ. നോക്കുമ്പോൾ ആണുങ്ങളാരുമില്ല. ഉമർ റളിയല്ലാഹു തആല ദേഷ്യം പിടിച്ചു. ഉടനെടുത്ത് മാറ്റണം ആവേശത്തിന്റെ വയല്. കാരണം അത് വഴിയല്ലേ, വഴിയിലൂടെ ആളുകൾ വരൂലേ. ഇനി ഡ്രസ് മാറ്റാൻ എന്റെ വീട്ടിലില്ലെങ്കിൽ ജുമുഅത്തിലായില്ലേ, അതുകൊണ്ട് ഉടനെ അടിച്ചു മാറ്റണം. ഉമർ റളിയല്ലാഹു അൻഹു കർശന ശൈലിയിൽ പറഞ്ഞു. താൻ വീട്ടിലേക്ക് പോയി ഡ്രസ് മാറ്റി പള്ളിയിൽ വന്നു. ജുമുഅ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അബ്ബാസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോ പ്രിയപ്പെട്ട ഭാര്യ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തേ മോളെ കരയുന്നത്? ഒന്നുമല്ല, അമീറുൽ മുഅ്മിനീൻ എന്നെ ശകാരിച്ചു പോയി. ആണല്ലാത്തത് കൊണ്ട് തല്ല് കിട്ടിയില്ലാന്ന് മാത്രം. എന്തേ? നിങ്ങളൊക്കെ ജുമുഅക്ക് പോയ തക്കത്തിന് ജുമുഅ പിരിഞ്ഞു വരുമ്പോഴേക്ക് ഭക്ഷണം ഉണ്ടാക്കട്ടെ നിയ്യത്ത് ചെയ്ത് ഞാൻ ഇറച്ചി കഴുകിയ വെള്ളം അങ്ങ് ഒഴിച്ചുപോയി, സാധാരണ ഒഴിക്കുന്നത് പോലെ. അത് വഴിയിലേക്ക് ചെന്നു. ഉമർ ഫാറൂഖ് പോകുമ്പോ ഡ്രസ്സിലേക്ക് തെറിച്ചു. എന്നോട് വന്ന് കുറെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഈ വഴിയിലേക്ക് തൂങ്ങിയ വേസ്റ്റ് എന്നെടുത്തു മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരുവിധം കഷ്ടപ്പെട്ടുകൊണ്ട് അത് പുഴക്കിയിട്ട് ഞാൻ എടുത്തു വെക്കേണ്ടി വന്നു.
അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉമറുൽ ഫാറൂഖ് അത് എടുത്തു മാറ്റി. അതെ, ആരാ മൂപ്പർക്ക് അവകാശം കൊടുത്തത്? ആരാ മൂപ്പർക്ക് സമ്മതം കൊടുത്തത്? ഒരൊറ്റ പോക്ക ഉമറുൽ ഫാറൂഖിന്റെ വീട്ടിലേക്ക്. സുബ്ഹാനല്ലാഹ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. സലാം പറഞ്ഞു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു സാരില്ല, പ്രശ്നമാക്കണ്ട. ഉമറുൽ വിചാരിച്ചത് എന്താണ്, ഇത് തെറിപ്പിച്ചതിൽ മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളാകുമ്പോൾ അങ്ങനെയല്ല ഉണ്ടാകുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ SVSന്റെ എക്സിക്യൂട്ടീവിന് നേരം വൈകി പോവുക. അപ്പൊ നമ്മൾ കുണ്ടും കുഴിയും ശ്രദ്ധിക്കൂലല്ലോ. നമ്മൾ ബൈക്കുമായിട്ട് പോയി ഒരൊറ്റ തെറിക്കല. കുറച്ച് എത്തിയിട്ട് ആലോചിച്ചാൽ ആജിക്കാന്റെ മേത്തക്കപ്പ തെറിച്ചത് ഉടനെ തന്നെ മാനവികത ഉള്ള ആൾക്കാരായതുകൊണ്ട് തിരിച്ചിങ്ങോട്ടിന് വരും. ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് സോറി ഇട്ടു ആചാര്യ, സാരമില്ല, ഞാൻ അറിയാതെ പറ്റിയതാ. ആയിക്കോട്ടെ, ഏത് സംഗതി സോറി ഇട്ടോ എന്ന് പറഞ്ഞതുകൊണ്ട് തെളിച്ച ഈ ചെറി ഇല്ലാതെ ഒന്നുമില്ല. ഏത് ഈ ചളി നന്നാകൊന്നുമില്ല. നല്ല വർത്താനം പറയുമ്പോ മനസ്സിനൊരു സമാധാനം. അവിടെ നിങ്ങൾ കലിമത്തുൻ തയ്യിബത്തുൻ സദഖ സദഖ റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ ഹദീസ് നോക്കിങ്ങൾ നല്ല ഒരു വർത്താനം പറഞ്ഞ സ്വതക്കന്റെ കൂലിയാണ്. ചിലപ്പോ സ്വതക്കും വിട്ട് സക്കാത്തിന് മേലേക്ക് എത്തും. എപ്പോ നിങ്ങൾ ബസ്സിന് തിരക്കുള്ള സമയം. ആ സമയത്ത് നമ്മൾ ചങ്ങാന്റെ കാലിലൊന്നാണ് ചവിട്ടിപ്പോയി. ചവിട്ടി മൂത്ത് നോക്കുമ്പോ നമ്മൾ അന്ന് അങ്ങോട്ട് മൂത്ത് നോക്കി. നമ്മൾ സോറി ഒന്നും പറയില്ല. ഇങ്ങോട്ട് നിന്നാ ചിലപ്പോ തല്ല് പാർസലായി വരുമ്പേക്കും. എന്താടാ എന്റെ കണ്ണ് മൂത്തിനെ കാൽമ ചവിട്ടിയിട്ട്. അതേസമയം ഒറ്റ വാക്ക് സോറി സാരില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഓക്കെ. കലിമത്തുൻ തയ്യിബത്തുൻ സദഖ. വല്ലാത്ത മാറ്റം കിട്ടും ചില വാക്കുകൊണ്ടൊക്കെ. അതുകൊണ്ടല്ലേ ഇസ്ലാമിന്റെ തിയറികളും റസൂലുള്ളാഹിന്റെ സന്ദേശമൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ വെയിറ്റ് എത്രേ അറിയും നിങ്ങൾ. ചിലപ്പോ ഒന്നും വേണ്ട, മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചാൽ മതി. വെറുതെ ഒന്ന് ചിരിച്ചാൽ നമ്മൾ എന്തോ ചെയ്യാൻ വേണ്ടി വരികയാണ്. ഒന്നിങ്ങനെ ചിരിച്ചാൽ ആ ചിരിയോട് കൂടെ എല്ലാം പോവുകയാണ്. തബസ്സുമുക ഫീ വജ്ഹിക സദഖ സദഖ റസൂലുള്ളാഹി. മൂത്തൊക്കെ ഞാൻ ദേഷ്യപ്പെടാൻ വേണ്ടി പോയതാ. പക്ഷേ ഇങ്ങോട്ട് നോക്കുമ്പോ ചിരിക്കാൻ പയോടെ എങ്ങനെ ദേഷ്യപ്പെടാ നോക്കിങ്ങൾ. റസൂലുള്ള പറയുക അതെങ്കിൽ ഭാര്യ ഭർത്താവിനോടും അങ്ങനെ തന്നെയാണ്. അതൊക്കെ പയറ്റി നോക്കാവുന്നതാണ്. ഇന്ന് വേണ്ട, 2 ദിവസം കഴിഞ്ഞോട്ടെ, മറ്റേ ചിലപ്പോ റബീഉൽ ഗുരുമാനുണ്ടാകണ്ട. അതേ സമയത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ച സന്ദേശം ഇപ്പൊ AP ഉസ്താദുള്ള ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഉസ്താദിനോട് ചില ആൾക്കാർക്കുള്ള ദേഷ്യം തന്നെയാണ്. എന്താ AP ഇങ്ങനെ ആൾക്കാരെ ചിരിച്ചിട്ട് കുപ്പിയിലാക്കുകയാണ്. എന്താ അത് ഉസ്താദിനടുത്ത് ചെല്ലുമ്പോ ആ ചിരി ഇങ്ങനെ കാണുമ്പോ ഏതൊരാൾ പടച്ചവന് ഇയാളെ പറ്റിയപ്പോ നമ്മള് എന്നാ പിന്നെ കൈയൊടിച്ച് മുത്തുക എന്നാലോചിക്കുങ്ങള്. അതെല്ലാം പത്രക്കാരിപ്പോ ഇന്ന് വൈകുന്നേരം മീറ്റിങ്ങിന് വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങുമ്പോൾ പത്രക്കാരൊന്നായിട്ട് വളഞ്ഞു ഉസ്താദ് എന്താ പ്രതികരണം എന്ന് വാർത്ത കേട്ട ആൾക്കാർക്കാരെ അല്ലാത്തവർക്ക് നാളെ ഇൻഷാ അല്ലാഹ് പത്രത്തിൽ പറയാം. അങ്ങനെയുള്ളൂ. അതായത് ആദർശങ്ങൾക്കും സുന്നത്തമായത്തിനെതിരെ ആര് പറഞ്ഞാലും ഏത് കൊലകൊമ്പനാണെങ്കിൽ വലുക്ക ലെഫ്റ്റനോ റൈറ്റനോ ഇടതന്നെ വലതൻ ചോപ്പനോ പച്ചൻ മന്ത്രിയൻ MLN ആരാണെങ്കിലും ശരി, സുന്നത്തമായത്തിന് ആദർശത്തിനെതിരെ പറഞ്ഞാൽ കലിമത്തു ഹഖ്ൻ ഇൻദ സുൽത്താൻ ജായിർ. അതാണ് അഫ്ദലുൽ ജിഹാദ് സദഖ റസൂലുള്ളാഹി. ആ കാര്യത്തിൽ ഇന്ന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട AP ഉസ്താദാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ആളുകളൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് പറഞ്ഞാലും അവസാനം നോക്കുമ്പോൾ മതമായിട്ട് വരും. എതിർക്കാൻ വേണ്ടി ലേഖനം എഴുതിയാലും പണ്ട് കമ്പുകുട്ടിയെല്ലാക്കെ യാസീനോദ്യ മാറി തുടങ്ങിയപ്പോ യാസീന ഒറ്റയ്ക്ക് നിർത്തി നോക്കുമ്പോ തബാർക്കിയിലെത്തിക്കണ എന്ന് പറഞ്ഞ മാതിരി സംഗതി ആക്ഷേപിക്കാൻ തുടങ്ങിയതാണെങ്കിലും ലാസ്റ്റ് നോക്കുമ്പോ മധുവാവും. സാമ്പിളിന് വേണമെങ്കിൽ ഇത് വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല, അതായത് പറഞ്ഞു വന്നപ്പോ ഞാൻ പറയാൻ ഒരു ചെറിയ ഉദാഹരണം. ഇതിപ്പോ പ്രബോധനാണ്, ജമാഅത്ത് ഇസ്ലാമിക്കാരെ പ്രബോധനം ഇപ്പൊ പുതിയത് വിപണിയിലുള്ളതാണ്. ഇതില് മാനവികതയെ ഉണർത്താം. പക്ഷേ ഈ പക്ഷ കണ്ടാൽ ഒരു ലാക്കിൻ ഞങ്ങളുടെ സംഗതിയൊക്കെ ഉഷാറാ ലാക്കിൻ അതിന്റെ എന്തോ ഇസ്തിറാക്കി അപ്പുറത്തെന്തോ ഉണ്ടാവുന്നുള്ളതാണ്. അതേതായിരുന്നാലും ഇതില് ബഹുമാനപ്പെട്ട AP ഉസ്താദ് നടത്തുന്ന കേരള യാത്രയെ കുറിച്ച് അവലോകനം ചെയ്യാൻ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ റസൂലുള്ളാഹിനെ അടക്കം വളരെ ചീപ്പാക്കി എഴുതുന്ന ആൾക്കാരാണ്. ഓൾക്ക് പിന്നെ എന്താ AP ഉസ്താദ്. പക്ഷെ എന്നാലും എഴുതിയിട്ട് ഇങ്ങനെ എഴുതുക. ഇവിടെയാണ് AP അബൂബക്കർ മുസ്ലിയാർ ഒരു രാഷ്ട്രീയ നേതാവോ അദ്ദേഹം നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു രാഷ്ട്രീയ സംഘടനയോ അല്ല. മതപരമായ എല്ലാ വിഷയങ്ങളിലും യാഥാസ്ഥിതിക നിലപാടുള്ള മതസംഘടന മാത്രമാണത് എന്ന് പറഞ്ഞാൽ AP ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥ
പഴഞ്ചനാശയം ഉൾക്കൊള്ളുന്ന ഒരു യാഥാസ്ഥിതിക സംഘടനയാണ്. എന്നിട്ട് പറയാ, അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും അധികാരത്തിലേറ്റുകയോ താഴെ ഇറക്കുകയോ കാന്തപുരത്തിന്റെ യാത്രയുടെ ലക്ഷ്യമാകാൻ വഴിയില്ല. അത് അബൂ സുഫിയാൻ പറഞ്ഞ വർത്താനാണ്. വഴിയില്ല, ആയിക്കോട്ടെ. എന്നാലും എന്ന് പറഞ്ഞാൽ ഇയാളെ അവസ്ഥ എങ്ങനെ ആയതുകൊണ്ട് ഒരു ടീമിന് അധികാരത്തിലേറ്റലും മറ്റൊരു ടീമിന് അധികാരത്തിൽ നിന്ന് ഇറക്കലൊന്നും മൂപ്പർ യാത്രയുടെ ലക്ഷ്യമാകാൻ മാർഗം ഇല്ല. കാന്തപുരം രാഷ്ട്രീയ നേതാവും അല്ല എന്നതിന് അദ്ദേഹത്തിന് രാഷ്ട്രീയ നിലപാടില്ല എന്നർത്ഥമില്ല. അദ്ദേഹത്തിന് തീർച്ചയായും രാഷ്ട്രീയ നിലപാടുണ്ട്. ആ നിലപാട് അദ്ദേഹം പലതവണ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ സുന്നി വോയ്സ് അല്ല, പ്രബോധനം എഴുതുക. എന്നിട്ടിങ്ങനെ എഴുതി ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുപോലെ ഇങ്ങനെ അല്ലാഹു തആല ഇവരുടെ നാവ് കൊണ്ട് പറയിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഇവരെ പേന കൊണ്ട് എഴുതിപ്പിക്കുകയാണ്. അതിങ്ങനെ എഴുതിയ കൂട്ടത്തിൽ പറഞ്ഞു, ഒട്ടും അവ്യക്തതയില്ലാത്ത ഈ നിലപാട് ഇനിയും ആവർത്തിക്കാൻ പക്ഷേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്ര നടത്തി വിയർക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതിനാൽ കാന്തപുരത്തിന്റെ യാത്രയുടെ മേൽ രാഷ്ട്രീയ ലക്ഷ്യം ആരോപിക്കാൻ യാതൊരു വകുപ്പുമില്ല. പിന്നെ എന്തിനാണ് വമ്പിച്ച പ്രചാരണ കോലാഹലങ്ങളുടെ അകമ്പടിയോടെ കാന്തപുരം ഇത്തരം ഒരു യാത്രക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? അതാ ചോദ്യം. എന്തിനെ? പിന്നെ ഇതൊന്നും ആവശ്യം മൂപ്പർക്കില്ല, അടങ്ങിയിരുന്നാൽ മതി, ഭൗതിക ലക്ഷ്യമില്ല. പിന്നെ എന്തിനാണ് കാന്തപുരം യാത്ര നടത്തുന്നത്? ഇനി കേട്ടോളൂ. CPIM പാർട്ടി കോൺഗ്രസിന് വെല്ലുന്ന പ്രചരണ പ്രവർത്തനങ്ങളാണ് കേരളത്തിന്റെ മുക്ക് മൂലകളിൽ കേരള യാത്രയ്ക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് പോസ്റ്റാ ബാക്കിയുള്ളത് എഴുതാൻ? അതാ മുപ്പർ ചോദിച്ചതിന്റെ ആകത്തൊക്കെ അങ്ങനെയാണ്. ഏത് തമാശക്കാരൻ പറഞ്ഞോലോ, അതാ കുട്ടികളെ അങ്ങാടിയിലൊന്നും മടക്കുത്തി മുട്ടിയെന്ന് നിൽക്കണ്ടോ എന്തേ ചോദിച്ചു. SSF എന്ന് കണ്ട അയ്മരും ചിലപ്പോൾ എഴുതി കൂടാ ഇല്ല, പിന്നെ അതേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാ കാലവും എഴുതിയിട്ടുണ്ട്. നിങ്ങളാ ഈ ഇതുപോലെ എല്ലാ സ്ഥലത്തും പ്രചണ്ഡമായ പ്രചരണ പരിപാടി നടന്നിട്ടുണ്ട്. ഇനി കേട്ടോളൂ. മാനവികതയെ ഉണർത്തുന്നു എന്നാണ് കേരള യാത്രയുടെ മുദ്രാവാക്യമായി ഫ്ലക്സ് ബോർഡുകളിലും പോസ്റ്ററുകളിലും ഒക്കെ തെളിഞ്ഞു കാണുന്നത്. കേരളത്തിൽ ജീവിക്കുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ പാലം പണിയുക എന്നതാണ് മാനവികതയെ ഉണർത്തുന്നു എന്നത് കൊണ്ട് യഥാർത്ഥമാക്കുന്നതെങ്കിൽ വളരെ പ്രസക്തം തന്നെയാണിത്. എന്റെ കാര്യത്തിൽ സംശയം ഇല്ല. ഒരു മതപണ്ഡിതൻ ഈ മുദ്രാവാക്യം ഉയർത്തുന്നു എന്നത് അതിന്റെ പ്രസക്തിയെ പിന്നെയും വർദ്ധിപ്പിക്കുന്നു. മാനവികതയെ ഉണർത്താൻ രാഷ്ട്രീയക്കാരെക്കാൾ നല്ലത് മതപണ്ഡിതന്മാർ തന്നെയാണ്. നോക്ക് നിങ്ങൾ. അപ്പൊ യാത്ര നടത്തേണ്ടത് AP ഉസ്താദ് തന്നെ. എന്നിട്ട് എങ്ങനെ കുറെ പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് ഭാഗത്ത് കേട്ടോളൂ നിങ്ങൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യാഥാസ്ഥിതിക സുന്നികളുടെ പ്രധാന അസറ്റായ മുസ്ലിയാക്കന്മാരെ അപകർഷതാബോധത്തിൽ നിന്ന് മോചിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് കാന്തപുരത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അന്തസ്സും അഭിമാനം ഉണ്ടാക്കി കൊടുത്തത് AP ഉസ്താദാണ്. ഇനി കേട്ടോളൂ. സിക്കുകാരനായ നമ്മുടെ പ്രധാനമന്ത്രി തലയിൽ അണിയുന്ന തലപ്പാവ് അദ്ദേഹത്തിനൊരു കുറച്ചിലായി അനുഭവപ്പെടാത്തത് പോലെ തന്നെ കേരളത്തിലെ ഒരു മുസ്ലിയാർക്കും തന്റെ തലയിക്കെട്ട് ഇന്നൊരു കുറച്ചിലായി അനുഭവപ്പെടുന്നില്ല എന്നു മാത്രമല്ല, തങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ ചിഹ്നമായി പോലും അതിനെ കാണുന്ന സ്ഥിതിവിശേഷവും സംജാതമായി. കാറും ബൈക്കും ഇന്ന് പ്രമാണിമാരുടെയും അവരുടെ മക്കളുടെയും കുത്തകയല്ല, നാട്ടും പുറത്തെ മുസ്ലിയാക്കന്മാർക്കും ഇത് ലഭ്യമാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, പ്രബോധനാണ്. ലാസ്റ്റ് പറഞ്ഞു വന്നിട്ട് പറഞ്ഞു കേട്ടോളൂ. ശുദ്ധമായ അറബി ഭാഷയിൽ ജുമുഅ പ്രഭാഷണം കേൾക്കണമെങ്കിൽ ഇപ്പോൾ അറബ് നാടുകളിലൊന്നും പോകണമെന്നില്ല. കോഴിക്കോട് നഗരത്തിലെ മർക്കസ് കോംപ്ലക്സിലെ പള്ളിയിൽ പോയാൽ മതി. നോക്കിക്കോ നിങ്ങൾ. ഇത് എഴുതിയത് സുന്നി വോയിസ് അല്ല, ഇത് സുന്നത്തല്ല, ഇത് സിറാജ് അല്ല. അതേസമയം സുന്നത്ത് ജമാഅത്തിനെ പരമാവധി എതിർക്കാൻ ശ്രമിക്കുന്ന, റസൂലുള്ളാഹിനെ പോലും സാധാരണക്കാരനെ ചിത്രീകരിക്കുന്ന സാക്ഷാൽ ജമാഅത്തുകാരന്റെ പ്രബോധനമാണ്. എന്തേ? അത് AP ഉസ്താദിനെ പിന്നെ ഇവരെങ്ങനെ നോക്കിയിട്ടും കാര്യമല്ല. ആള് സ്റ്റേഷൻ വിട്ടിട്ടുണ്ട് എന്ന് ഇവർക്കൊക്കെ ഉറപ്പാ. ആ ജമാഅത്തേർക്ക് ഉറപ്പാ, മുജാഹിദിന് ഉറപ്പാ. അതുകൊണ്ടാണല്ലോ ഒക്കൊല്ലം നബിദിനടക്കം തുടങ്ങിയത്. ആലോചിച്ച് നോക്കാണി. അൽഹംദുലില്ലാഹ്, ഇത്രയും കാലം റബീഉൽ അവ്വൽ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് വാവടുക്കുമ്പോണ്ട് പൈക്കൊക്കെ ഒരു കരച്ചിലടക്കാൻ. ഇതേപോലെ റബീഉൽ അവ്വൽ ഇങ്ങോട്ട് വരുമ്പോ നബിദിന ശിർക്ക് ബിദ്അത്ത് 4 കോടി ഇനാം തെളിയിക്കാൻ കഴിയോ ആയത്തുണ്ടോ ഹദീസുണ്ടോ ചോദിച്ചിട്ട് സകലമാന നോട്ടീസ്
മുജാഹിദ് ജമാഅത്തും ജാഗ പോകാം. ഈ കൊല്ലം നോക്കുമ്പോ നോട്ടീസ് തന്നെ ഇല്ല. എന്റെ അന്വേഷിച്ച് നോക്കുമ്പോ ശാന്തപുരത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ കോളേജില് പ്രവാചക പ്രകീർത്തന ഗാനം നടന്നു പോലും. റബീഉൽ അവ്വലിലെ നമ്മൾ മൗലിദിന്റെ സദസ്സ് എന്ന് പറയും, ഒരു പ്രവാചക പ്രകീർത്തന ഗാനോ കണക്ക് തന്നെയല്ലേ. നമ്മൾ ചക്ക കൂട്ടാൻ വെച്ചു എന്നും അവര് പിലാക്കായ കൂട്ടാൻ വെക്കും. സംഗതി മാത്രമേ ഉള്ളൂ, രണ്ടും ഒന്ന് തന്നെയല്ലേ. ഈ വിഷയം ഞാൻ എടവണ്ണയിൽ വെച്ച് പ്രസംഗിച്ചു 4 ദിവസം മുമ്പ്. എടവണ്ണ മുജാഹിദിന്റെ കോട്ടയാണല്ലോ. അപ്പൊ സ്റ്റേജ് ഉണ്ടായത് വഹാബ് സഖാഫിനോട് പറഞ്ഞു, അല്ല ഉസ്താദ് ഇവിടെ ഈ മടവൂര് ഗ്രൂപ്പ് മുജാഹിദ് പുള്ളിപ്പാടത്തും പരിപാടി നടത്തിക്കണ്. അപ്പൊ എടവണ്ണ തൊട്ടടുത്താണ് സ്ഥലം. അപ്പൊ എന്തേ റബീഉൽ അവ്വൽ 12-ന് അന്ന് കുട്ടികൾക്കൊക്കെ പാട്ടും പരിപാടി കൊടുത്തുക. എന്നിട്ട് റസൂലുള്ളാഹിനെ അത് ഇങ്ങനെ പാടി തന്നെ നബിദിനാഘോഷമൊന്നും ഏറ്റൊന്നും വെച്ചിട്ടില്ല. അവസാനം പ്ലാസ്റ്റിക്കിന്റെ ഒരയിൽ ചോറ്റുമതിയും കൊടുത്തോലോ. ഇനിയിപ്പോ എന്താ വേണ്ട കൂട്ടരെ, നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. ഞാൻ പറഞ്ഞു ഇനി ബേജാറാകേണ്ട, ജമാഅത്തും ചെയ്തു മുജാഹിദും ചെയ്തു. അടുത്ത പോലെ ഇൻഷാ അല്ലാഹ് നമുക്ക് സംയുക്തമായിട്ട് റാലി നടത്താറ്. ഞാൻ എല്ലാം ഇട്ടോളം ദൂരൂലേ, ആലോചിച്ച് നോക്കാണ്. എന്താ സംഭവം? ഇത്രയും കാലം വരെ പ്രചരിപ്പിച്ചിരുന്നു മാലാ മൗലൂദ് അദ്ദാദ് റാത്തീബ് നബിദിനം ബുർദ എന്നൊക്കെ പറഞ്ഞ കേരളത്തിലേ ഉള്ളൂ. കേരളത്തിന്റെ പുറത്തൊന്നും ഏർപ്പാടില്ല. ഇപ്പൊ AP ഉസ്താദ് ലോകത്തെല്ലാം പാടെ കറങ്ങി മലയാള മനോരമയിലൊക്കെ റിപ്പോർട്ട് വരികയാണ്. കാന്തപുരം കൈറോവിലേക്ക് എന്താ അവിടെ നടക്കുന്ന അന്താരാഷ്ട്ര നബിദിന കോൺഫറൻസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ കാന്തപുരം പുറപ്പെടുന്നു. അപ്പൊ ഒരു വടിക്ക് 2 പക്ഷിയാണ്. അവിടേക്ക് നബിദിനാഘോഷം ഉണ്ടില്ലേ? 1, 2 ഇന്ത്യയിൽ നിന്ന് അവർ തെരഞ്ഞെടുത്ത പണ്ഡിതൻ കാന്തപുരം ഉസ്താദാണ്. നോക്ക് നിങ്ങൾ, ഇങ്ങനെ ലോകതലത്തിൽ നബിദിനോ മാത്രല്ല, പണ്ടൊക്കെ നമ്മൾ നല്ല ഈണത്തിൽ മൗലൂദെല്ലാം വേണ്ടി മുക്കത്ത് നാളെ കൊണ്ടുവന്നേരും. ഇപ്പൊ കണ്ട നിങ്ങൾ കോഴിക്കോട് നബിദിനാഘോഷത്തിന് AP ഉസ്താദ് മക്കത്ത് നിന്നല്ലേ ആളെ കൊണ്ടുവന്ന് മൗലൂദെല്ലാം വേണ്ടിയിട്ട്. അവൻ മക്കത്തുനിന്നും മദീനത്തുനിന്നും ഒക്കെ ഇങ്ങോട്ട് ആളുകളെ കൊണ്ടുവന്നിട്ട് മൗലൂദ് നടത്തുമ്പോ അവിടെ ഉണ്ട് എന്ന് ഉറപ്പഞ്ഞല്ലേ. എന്നല്ല, +2 പഠിക്കണ പെൺകുട്ടികൾ വീട്ടിൽ ചെന്നിട്ട് നെറ്റ് ഇങ്ങനെ കണക്ഷൻ കൊടുത്ത് നെക്കി നോക്കിയാൽ അമേരിക്കയിലെ ഫിജി ഇസ്ലാമിക് സെന്ററിൽ നിന്ന് മൗലിദ്, സുഡാനിൽ നിന്ന്, ചെച്ചിനയിൽ നിന്ന്, ഇന്തോനേഷ്യയിൽ നിന്ന്, സിംഗപ്പൂരിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, കുവൈത്തിൽ നിന്ന്, ബഹ്റൈനിൽ നിന്ന്, സൗദിയിൽ നിന്ന്, ലക്ഷദ്വീപിൽ നിന്ന്, അൻഡമാൻ ദ്വീപിൽ നിന്ന്, എല്ലാ സ്ഥലത്തുനിന്നും ഇങ്ങനെ നെറ്റ് പരിപാടി. അത് നമ്മളെ 2 ഹദീസ് കണ്ടം മറിക്കണ മൗലൂദല്ല, മണിക്കൂർ കണക്കിന്. വെറും അറബിയിൽ മാത്രല്ല, വിവിധങ്ങളായ ഭാഷകളിലെ മൗലിദ്. ഇങ്ങനെയൊക്കെ ലോകാടിസ്ഥാനത്തിൽ മൗലിദ് നടക്കുന്നുണ്ട് എന്ന വിവരം നെറ്റിലൂടെ പെണ്ണുങ്ങൾക്കടക്കം വിവരം കിട്ടിയപ്പോ മുജാഹിദും ജമാഅത്തൊക്കെ കുടുങ്ങി. ഞങ്ങളടുത്ത് വീരാൻകുട്ടിയൊക്കെ പറഞ്ഞ മാതിരി യൂറോപ്യൻ ക്ലോസറ്റ് വന്ന പീച്ചൊക്കെ പട്ടിണിയായി പോയി എന്ന് പറഞ്ഞ മാതിരി നെറ്റ് കണക്ഷൻ വന്നപ്പോ ഈറ്റകൾ കുടുങ്ങിപ്പോയി. കാരണം കേരളത്തിലേ ഉള്ളൂ എന്ന് പറയാൻ വയ്യ. ലോകത്ത് നടക്കുന്ന മൗലൂദിന്റെ എല്ലാ വാർത്തകളും നമ്മളിങ്ങനെ പൊരിയിരുന്നിട്ട് ഇങ്ങനെ കാണുകയാണ്. ആലോചിച്ച് നോക്കാൻ നിങ്ങൾ, ഈ ഒരു സംവിധാനം വന്നപ്പോ ഒരുവിധം ചെറുപ്പക്കാരൊക്കെ ഇത് തിരക്കിടില്ല. അല്ലെങ്കിലും അവനവന്റെ നേതാവിന്റെ മതം ഇങ്ങനെ പറയുന്നതിൽ എവിടെ കൂട്ടിയ ശിർക്കുള്ളത്, എവിടെ കൂട്ടിയ കുഴപ്പമുള്ളത്, ഇതിങ്ങനെ ചെറുപ്പക്കാർ ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പൊ നോക്കൂ, ഒരുവിധം ചെറുപ്പക്കാരുടെ മൊബൈൽ ഫോണൊക്കെ ട്യൂൺ എടുത്തു നോക്കാൻ നിങ്ങൾ. ഒരു പക്ഷേ നല്ല ഒന്നുകൂടി മാറ്റണോ? സബ്മിൽക്കർ പോലെ മർഹബാ സപ്പൂഞ്ചേ ബാല മർഹബാ ചലോ മദീന, അങ്ങനെ സലാമുസ് पर കജിസ്നെ ബാദ് ഷാഹി മേ ഫഖീരി കി. ഇങ്ങനെ അപ്പൊ നമ്മളെ ഫോണിക്ക് ഒരു അർദ്ധ സുന്നിയായ തികച്ച് സുന്നിസല്ലാത്തൊരുത്തങ്ങനെ വിളിച്ചാൽ ഓന് ഇപ്പൊ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ ഓന് പരാതിയില്ല. എന്തേ കിർന്ന് ബെല്ലല്ല, പാട്ടിങ്ങനെ കേൾക്കുക. പാട്ട് അല്ലെങ്കിൽ മൗലൂദ് ആയിക്കോട്ടെ, കേൾക്കാൻ രസമുണ്ട്, നിങ്ങള് കേൾക്കാൻ രസമുണ്ട്, ഓനെ കേട്ടുക. ഈ അടുത്ത് എന്റെ ഫോണിക്ക് 2-3 പ്രാവശ്യം ഫോൺ വല്ലാതെ നമ്പർ വന്നപ്പോ ഞാൻ നിർത്തി. അപ്പൊ കുറച്ചായിട്ട് നമ്പർ കണ്ട് എടുക്കലില്ല. പൈസ കടം കൊടുക്കാണ്ടായിട്ടൊന്നുമില്ല, കേരളത്തിലായിട്ട് ഡേറ്റ് കൊടുക്കാനില്ലാത്തോട്ടാണ്. അപ്പൊ അങ്ങനെ അത് തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ ഫീഡ് ചെയ്ത നമ്പർ എടുക്കും, അല്ലാത്ത എടുക്കില്ല. ഇത് നിരന്തരം വന്നപ്പോ എടുത്തു എന്തോലും എടുത്തോന്ന് വെച്ചു. എടുക്കാൻ പിന്നെ എന്തെങ്കിലും അടിച്ചോന്ന് വെച്ചു. അല്ലെ പാട്ടേക്കാൻ അടിച്ചതാ. അവെന്താണ്? ഷേറെ മുബാറക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ സൗഭാഗ്യം തന്നിടണേ എന്ന് പറഞ്ഞ പാട്ടാ. ഇത് കേട്ടു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്,
വയസ്സായ കുട്ടിയുണ്ട്. ഒരു ദിവസം ഭാര്യ വിളിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര എടുക്കല്ലേ, എന്തിനു വെച്ച് അടിച്ചാല മോന് പാട്ട് കേൾക്കാനാണ്. അങ്ങനെ കുറെ നേരം വെച്ചു കൊടുത്തിയാൽ പിറ്റേ രാവിലെ ചെന്ന് മോൻ വന്നിട്ട് പാട്ട് ഇങ്ങനെ പാടിത്തരാ. ഷെയറെ മുബാറക്ക് പള്ളിയിൽ പോയി നിൽക്കുക, തോഫീക്ക് ഏകിടാണേ എന്ന് പറഞ്ഞ ഇവന്റെ ഭാഷയിലോ പാട്ട് കേട്ടാണ്. അത് ചോദിക്കുക ഇതിങ്ങനെ മൊബൈലിന്റെ ചൂടുകളടക്കം. അത് ഞാൻ വെച്ച രണ്ട് ഉദ്ദേശത്തിലാണ്. നമ്മളാൾക്കാർ വിളിച്ചാൽ അൽഹംദുലില്ലാഹ് ഞാൻ 10 എടുത്തിട്ടില്ലെങ്കിലും ആമീൻ ആമീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ആസ്വദിക്കാൻ കഴിയും. വേറെ ചില ആൾക്കാർ കുത്തിക്കലുണ്ടാക്കാൻ വിളിച്ചാൽ ഒഫാക്കും ചോദിച്ചു ഒരുപാട് പോയിച്ച ചേത്താൻ നിൽക്കൂലല്ലോ. അപ്പൊ രണ്ടൊന്നും ഉദ്ദേശം വെച്ച് ഞാൻ ആ പാട്ട് കയറ്റി 30 ഉറുപ്പിക പോയാലും. അപ്പൊ ഏതാ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്താ നിങ്ങള് അള്ളാന്റെ ഹബീബിനോട് മഹബത്തുണ്ടെങ്കിൽ ആ മഹബത്ത് കവിതയിലൂടെ പുറത്തു വരും. അള്ളാഹുവിന്റെ റസൂല മഹബത്ത് വെക്കുന്ന ലോകത്തുള്ള ജനങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ ജനനത്തിൽ സന്തോഷിക്കുമ്പോൾ ഇനി നമ്മൾ വിട്ടുനിന്നാ ശരിയാകൂലാന്ന് മനസ്സിലാക്കി ഈ കൊല്ലം അല്പം മാറ്റം വന്നിട്ടുണ്ട്. അടുത്ത കൊല്ലം ഇനിയും മാറ്റം അല്ലാഹു അവർക്ക് വരുത്തി കൊടുക്കുമാറാകട്ടെ. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ നമുക്ക്. ഇവിടെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ അബ്ബാസ് റളിയല്ലാഹു തആല ചെന്നത് മാപ്പ് ചോദിക്കാനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഉമർ ഫാറൂഖ് പറഞ്ഞു സാരല്ല, കുഴപ്പമില്ല, അതിപ്പം അങ്ങനെ തെറിച്ചു പോയതല്ലേ. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും സാരല്ല, വേണ്ടാത്ത ചെയ്തിട്ട് അപ്പം ഉമർ ഫാറൂഖിനും കാര്യം തിരിഞ്ഞില്ല. ഇതിപ്പോ കള്ളം പോലീസാകുവാണല്ലോ. ഏത് അബ്ബാസ് റളിയല്ലാഹു അങ്ങോട്ട് ചൂടാകുക. ഉമർ ഫാറൂഖ് ചോദിച്ചു എന്താണ് അബ്ബാസേ സംഭവം? ആ സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താ അറിയോ, സംഗതി നിങ്ങളുടെ ശരീരത്തിലേക്ക് വെള്ളമായി ശരിയാണ്, വഴിയിലേക്ക് പാത്തി വന്നതും ശരിയാണ്. ആ പാത്തി ഫിറ്റാക്കുന്ന നമ്മുടെ വഴിയില്ല, വഴി പിന്നീട് വന്നതാണ്. എന്നാലും ഞാനത് മാറ്റേണ്ടതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്നഹു മൗലിഉൻ അല്ലദീ വലാ റസൂലുള്ളാഹ്. ഉമറേ ആ വേസ്റ്റ് പാത്തി അതേ നിനക്കറിയോ, അത് ഞാൻ വെച്ചതല്ല, അള്ളാന്റെ ഹബീബ് മുത്ത് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി വെച്ച പാത്തിയാണ്. ആ പാത്തി ഉപദ്രവം ഉണ്ടായാലും ഇല്ലെങ്കിലും അത് മാറ്റിവെക്കാം. നിങ്ങൾക്ക് അധികാരം തന്നു മറേ. ഇതങ്ങോട്ട് പറയുമ്പോൾ ഭരണത്തിന്റെ വീറ്റോ ഉപയോഗിച്ചിട്ടുമില്ലല്ലോ തിരിച്ചു പറയേണ്ടതാണ്. പക്ഷേ പ്രവാചക പ്രേമം ഉള്ളിലേക്ക് ചെന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല പ്രതികരണം പടച്ചവനെ അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അതറിയില്ലല്ലോ, എങ്കിലതൊരു വലിയ അദബുകേടായി പോയി, ഗുരുത്തക്കേടായി പോയി. നടക്കൂ, നമുക്കത് മാറ്റിവെക്കാം. അതിന് ശിക്ഷയെന്നോണം ഉമർ ഫാറൂഖ് പറയുന്നത് എന്താ, ഓ അബ്ബാസ്, ഞാൻ ആ പാത്തിയുടെ ചുവട്ടിൽ പോയിട്ട് നിൽക്കും, എന്നിട്ട് നിങ്ങൾ എന്റെ ചുമലിൽ ചവിട്ടിക്കേറി നിൽക്കണം, എന്നിട്ട് ആ പാത്തി റസൂലുള്ള വെച്ച അതേ സ്ഥലത്ത് തന്നെ വെക്കണം കേട്ടോ. ചരിത്രത്തിൽ കാണാം ഫഹമല ഉമറു അൽ അബ്ബാസ് അലാ മൻകിബൈഹി. ഉമർ ഫാറൂഖിന്റെ കിസ്റ കൈസറിന്റെ കോട്ട കൊത്തളങ്ങളെ കിടുകിടാ വർപ്പിച്ച ധീരവീര ശൂര പരാക്രമിയായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ചുമരിന്റെ മേൽ അബ്ബാസിനെ ചുമന്നിട്ട് പാത്തി അവിടെ തന്നെ ഫിറ്റ് ചെയ്തു. ഇത് ഇന്നത്തെ മുജാഹിദ് ജമാഅത്തൊക്കെ ഖുറാഫാത്ത് അന്ധവിശ്വാസം കണ്ടില്ലേ, അങ്ങനെയൊന്നും വേണ്ട. അത് അന്ന് പ്രവാചകൻ അങ്ങനെ വെച്ചതാ, അതങ്ങനെ തന്നെ വേണമെന്നെന്താ. അറബിയിൽ കുത്തും മലയാളത്തിലാക്കിയപ്പോ കണ്ട ന്യായതാണല്ലോ, അവർ അറബികളായതുകൊണ്ട് ചെയ്തതാ. ഇപ്പൊ നമ്മൾക്ക് തിരിയാത്തോണ്ടെന്നാ മലയാളത്തിലാക്കിക്കൂടെ. പ്രവാചകനെ സ്നേഹിച്ചത് എങ്ങനെയാണ്? ഈ രീതിയിൽ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തതിന് മാറ്റം വരുത്തിക്കൂടാ. ഇനി ലക്ഷക്കണക്കിന് സ്വഹാബത്ത് മുഴുവനും പരിശോധിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിനെ എല്ലാ നിലക്കും സ്നേഹിച്ചു. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പഴയ ജുബ്ബ എടുത്തിട്ടാ സ്നേഹിച്ചത് അല്ലേ? 25 കൊല്ലം പഴക്കമുള്ള ജുബ്ബ എടുത്തിട്ടാണ് അസ്മാ ബി പറഞ്ഞത്. കാരണം എൽബിസുകാ റസൂലുള്ളാഹി വെച്ചിരുന്ന ജുബ്ബയാണ്. കാനത്തിന്റെ ആയിഷത്തെ അഞ്ചത്തെ ആയിഷയുടെ അടുത്താണ്ടായിരുന്നത്. ആയിഷ മരിച്ചപ്പോഴാണ് ഞാൻ എടുത്തത്. 25 കൊല്ലം പഴക്കമുള്ള പുന്നാര റസൂലുള്ളാഹിന്റെ പഴം ജുബ്ബ ഇതെടുത്തു വെച്ച് സ്നേഹിച്ചു. എന്തിനാ എടുത്തു വെച്ചത്? തലയിണയുടെ ഉള്ളിൽ നിറച്ചു വെക്കാനല്ല, അല്ലെങ്കിൽ നഗന്തോ ആഗന്തോ എത്താനല്ല, ആസാമെന്ന് മൊറീഷെന്ന് വെള്ളപ്പൊക്കാക്ക് കൊടുക്കാനല്ല, അടുക്കളയിലെ കൈക്കല കണ്ണം എടുക്കാനല്ല. പിന്നെയോ രോഗം പിടിച്ച ആളുകൾ വരുമ്പോ ഈ ജുബ്ബ മുക്കിയ വെള്ളം കുടിക്കാൻ കൊടുത്തിട്ട് രോഗം സുഖപ്പെടുന്നു. അള്ളാന്റെ റസൂലിന്റെ ആധാറുകളൊക്കെ ഉപയോഗിക്കാനും അത് കാണാനും അത് മുഖ്യ വെള്ളം കുടിക്കാനൊക്കെ ഭാഗ്യം കിട്ടാന്ന് പറഞ്ഞാൽ കൂട്ടരെ തൗഫീഖാണ്.
ഈ തൗഫീഖ് എന്ന സാധനം നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടണമല്ല, അതല്ല തന്നെ വേണം. സ്വഹാബത്തിന് നന്നായി കിട്ടി. അതുകൊണ്ടല്ലേ ജുബ്ബ് എടുത്ത് വെച്ച് വാവിയെല്ലാരും നഗെടുത്ത് വെച്ചില്ലേ എന്റെ കഫംബോർഡിന് വിതരണം എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുസ്ലിം ബീവി പുന്നാര സുൽത്താനെ വിയർപ്പെടുത്ത് വെച്ചില്ലേ. ഇതൊക്കെ ജീവിതകാലത്ത് മതിയാകാഞ്ഞിട്ടും അവസാനം ഉൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് കുത്തുകൊണ്ടിട്ട് വഫാത്തിനോട് മല്ലടിച്ച് കിടക്കണ സമയത്ത് മകനെ വിളിച്ചിട്ട് വസീത്ത് ചെയ്ത് എന്താണ്, മോനെ അള്ളാന്റെ റസൂൽ കിടക്കണടുത്ത് ഒരു കബറിനും കൂടെ ഗ്യാപ്പ് ഉണ്ട്, അത് ഉപ്പാക്ക് തരുമോന്ന് ആയിഷാനോടൊന്ന് ചോദിക്കണോ. മരിച്ചാ പിന്നെ കഴിഞ്ഞാൽ ഇനി എന്തെത്തും ഇനി എന്ത് പറക്കത്താ ഇല്ലാമാസ ഒരു മനുഷ്യൻ ഓൻ ചെയ്താൽ അതിന്റെ അപ്പുറം കിട്ടൂല എന്ന് വിശ്വസിക്കണ സ്വഭാവത്ത്. പക്ഷേ ഫാറൂഖ് പറഞ്ഞു, ആയിഷ ബിബി കേട്ടു. ആ മുത്ത് റസൂലുള്ളാഹിന്റെ ജാരത്തിങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിന്റെ ഉള്ളിൽ തന്നെ ഫാറൂഖിനെ മറികടക്കുന്നു. എന്തേ? റസൂലുള്ളാഹിന്റെ മഹബത്തും റസൂലുള്ളാഹിന്റെ സ്നേഹവും ബഹുമാനും മരിച്ചാലും തീരൂല എന്നല്ല, ലോകത്ത് നബി തങ്ങളുടെ വർണ്ണന, നബിയുടെ സ്നേഹം, നബിയുടെ മഹബത്ത്, നബിയുടെ പ്രേമം, നബിയുടെ ഇഷ്ക് അത് പറഞ്ഞു തീർക്കാനോ എഴുതി തീർക്കാനോ ആർക്കും കഴിയില്ല എന്ന് ഉറപ്പാ. എത്രത്തോളം ജിബ്രീലിന്റെ സ്ഥാനം എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് റസൂലുള്ളാഹിന്റെ സ്ഥാനം തുടങ്ങാം. അത് മാത്രം കൂട്ടി നോക്കിക്കോളി നിങ്ങൾ. ജിബ്രീലിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എത്രേ? മലായികത്ത് പറഞ്ഞാൽ തന്നെ ഇബാദുൻ മുക്കറമൂൻ അല്ലേ, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅമറൂൻ. മലായികത്ത്, ആ മലായികത്തിന്റെ ലീഡറാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീലിന്റെ പവർ എവിടെ അവസാനിക്കുന്നോ അവിടെയാണ് റസൂലുള്ളാഹിന്റെ പവർ തുടങ്ങുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഏപിസ്ഥാന്റെ കൂടെ ചിലപ്പോ നമ്മൾ നേതാക്കന്മാരെ MLA-മാരൊക്കെ പോയാൽ എയർപോർട്ടിൽ എത്തിയാൽ റിസപ്ഷൻ വരെ MLA-മാർക്ക് എത്താം. അപ്പൊ ഏപിസ്ഥാന്റെ പവർ ഇങ്ങനെ MLA-മാരൊപ്പം. അതാണ് കഴിഞ്ഞാൽ പിന്നെ റൺവേക്ക് പോവാണെങ്കിൽ MLA-മാർക്കും പെർമിറ്റ് ഇല്ല, പിന്നെ ഏപിസ്ഥാന് പെർമിറ്റ്. MLA-ന്റെ പവർ തീർന്നിടത്തല്ലേ ഏപിസ്ഥാന്റെ പവർ തുടങ്ങണം. ആലോചിക്കോളുങ്ങൾ. കാരണം അവർക്ക് BVIP-കൾക്കാണ്. അതുകൊണ്ടല്ലേ ഉമർ ഖാദി പറഞ്ഞത്, تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. മറ്റു പ്രവാചകന്മാരൊക്കെ പല പ്രാവശ്യം ചോദിച്ചിട്ട് അല്ല കൊടുക്കാത്തത് മുത്തനബിക്ക് ചോദിക്കാതെ അല്ല കൊടുക്കുകയാണ്. അങ്ങനെ കുറെ ഉണ്ട്. അതിന് പറയുമ്പോഴൊക്കെ സമയം വൈകിപ്പോവും. അതിലൊന്നാ ബഹിരാകാശ യാത്ര. സുലൈമാൻ നബിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു മാസം നടക്കാനുള്ള പെർമിറ്റ് അല്ല കൊടുത്തിന്. അള്ളാന്റെ റസൂലിനോ ഒരു രാത്രിന്റെ മണിക്കൂർ കൊണ്ട് ഒരു മാസമല്ല അതിനേക്കാൾ ദൂരം കിടക്കാൻ. അതുകൊണ്ട് അങ്ങനെ ഖുർആൻ പറഞ്ഞു ലൈലൻ ഇങ്ങനെ പറഞ്ഞ ചെയ്തിരിക്കുന്നതാണ്. രാത്രി ഫുള്ളില്ല കുറച്ച് അങ്ങോട്ട് പോയി ഒരു യാത്ര. ബഹ്റിനൂർ എത്തിയപ്പോ ജിബ്രീൽ പറഞ്ഞു, നിങ്ങൾ ഒറ്റക്കോടെ നബിയെ. അത് ശരി, പരിചയമില്ലാത്ത തന്നെ കൊണ്ട് ഇവിടെ ഇട്ട് കണ്ട് പോവുക പറ്റൂല. അല്ല നബി എനിക്ക് വരാൻ നടക്കൂല, നടക്കുവാൻ പറ്റൂല, നിങ്ങൾ വരണം. അല്ല നബി നിങ്ങൾ പോണം. ഒരു സ്നേഹ സംവാദം അവിടെ വെച്ച് നടന്നു. അതാണ് ഉമർക്ക് അത് വിശദീകരിക്കുന്നത്. ലാസ്റ്റ് ജിബ്രീൽ തുറന്നു പറഞ്ഞു, തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ. ഇതെന്റെ പെർമിറ്റ് ഉണ്ടെങ്കിൽ നാഷണൽ പെർമിറ്റ് ഇല്ല, എനിക്ക് സ്റ്റേറ്റ് പെർമിറ്റേ ഉള്ളൂ. കഴിഞ്ഞു. ഓട്ടോറിക്ഷക്കൊക്കെ പെർമിറ്റ് ഇട്ടേ, ജില്ലാ പെർമിറ്റും മുനിസിപ്പാലിറ്റി ഒക്കെയാണ്. ജില്ല മാറി പോകാൻ പറ്റൂലല്ലോ. അത് ചെക്ക് പോസ്റ്റ് എത്തിയ പോലീസ് കൈയ്യട്ടി നിർത്തും, അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കണം വണ്ടി. അങ്ങനെയാണ്. ഏപിസ്ഥാന വണ്ടി വിലക്കാണെങ്കിൽ പിന്നെ എവിടേക്കും പോകാം, അത് വേറെ വിഷയം. അത് പോലീസുകാർ പിന്നെ കയ്യാട്ടാൻ വണ്ടി കണ്ടാൽ തന്നെ ഉസ്താദിൽ ഉള്ളിൽ ഉണ്ടാകുന്നല്ല. എന്നാൽ തന്നെ സല്യൂട്ട് അടിച്ച് കണ്ട് നമ്മളൊക്കെ ചിലപ്പോൾ ഉള്ളിൽ ഉണ്ടാകുക. എന്നാലും സല്യൂട്ട് ഇട്ട് കണ്ട് അങ്ങനെ ബൈ ചാൻസിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതേപോലെ ബഹുമാനപ്പെട്ട ജിബ്രീൽ പറയുന്നു, നബിയേ എന്റെ പെർമിഷൻ തീർന്നിട്ടുണ്ട്, ഇനി തങ്ങൾ തനിച്ചു പോകണം. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പോയി അല്ലാഹുമായി സംസാരിച്ചു. തിരിച്ചിങ്ങോട്ട് വന്നു നിസ്കാരമായിട്ട്. അപ്പൊ മറ്റു നബിമാർക്ക് പലർക്കും കിട്ടാത്തത് റസൂലുള്ളാഹിക്ക് കൊടുക്കുകയാണ്. ഇനി ഓരോന്നും അങ്ങനെ മറ്റു പല പ്രവാചകന്മാർക്കും. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പക്ഷികളുടെ ശബ്ദം കേൾക്കാനും അതുപോലെ തന്നെ താളം പിടിക്കാനും ഒക്കെ അല്ലാഹു കൈവരുത്തിയിരുന്നതാണ്. റസൂലുള്ളാഹി തങ്ങളാണെങ്കിലോ പക്ഷികളൊന്ന് പരാതി പറയാൻ മാത്രമല്ല, പ്രപഞ്ചം മുഴുവനും അങ്ങനെ തന്നെയല്ലേ. സുലൈമാൻ നബിയുടെ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ഏതാണ്? ഹുദ്ഹുദ്, മരംകൊത്തി പക്ഷിയാണ്. ഈ മരംകൊത്തി റസൂൽ
റസൂലുള്ളാഹി തങ്ങൾക്ക് പലപ്പോഴും റസൂലുള്ളാഹിക്ക് എന്നല്ല റസൂലുള്ളാഹിന്റെ ഖാദിമനടക്കം പ്രൊട്ടക്ഷക്കാരായ സിംഹം അന റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ടില്ല, അന മൗലാ റസൂലില്ല. അപ്പോഴേക്ക് സിംഹം കേട്ടോ നിങ്ങൾ പ്രൊട്ടക്ഷനാ. മറ്റ് പ്രവാചകന്മാർക്ക് അല്ലാഹു തആല ചോദിച്ചിട്ട് കൊടുത്ത പലതും മൂസാ നബി പറഞ്ഞു എനിക്ക് കാരണോ റസൂലുള്ളാഹി ചോദിച്ചിട്ടില്ല, അങ്ങോട്ട് വിളിച്ചു കാണിച്ചു കൊടുക്കാൻ. ഇങ്ങനെ പ്രവാചകന്മാരിൽ പോലും ഉള്ള എല്ലാറ്റിനും എത്രത്തോളം ബഹുമാനപ്പെട്ട യൂസുഫ് നബിയുടെ ഭംഗി എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ ഭംഗിയോ സുബ്ഹാനല്ലാഹ് വല്ലാത്ത ഭംഗിയാണ്. ദുറുൽ മൻസൂറൊക്കെ ചില കഥകളൊക്കെ ഉണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിരലിലൂടെ റസൂലുള്ളാഹിയുടെ ഭംഗി കണ്ടതും കണ്ടപ്പോഴേക്കും ഇങ്ങനെ പടച്ചവൻ ഇത്രത്തോളം ഭംഗിയോ അതങ്ങ് ചുംബിച്ചു പോയി. ആ ചുംബിച്ച കാരണത്താൽ ആ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിച്ചത് കാണാം. ബാങ്ക് വിളിക്കുമ്പോൾ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ ഒരാൾ എന്ന് പറഞ്ഞുകൊണ്ട് നാം കൈ ചുംബിച്ചുകൊണ്ട് കണ്ണിൽ തടവിയാൽ ആ കണ്ണിന് രോഗം ബാധിക്കുകയില്ല എന്ന് പോലും എഴുതി വെച്ചതായ മഹാന്മാർ ഉണ്ട്. അല്ലാഹുവിന്റെ മഹബത്ത് വെക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത, വർണ്ണിച്ചാൽ ഒടുങ്ങാത്ത അത്രയും വലിയ സ്ഥാനമുള്ള മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിനെ ഉള്ളിൽ സ്നേഹിക്കണം പോരാ, മഹബത്ത് വെക്കണം പോരാ, നല്ലവണ്ണം പ്രേമിച്ചോ. അതിന്റെ ഭാഗമാണ് സ്നേഹമുള്ളവർക്ക് മത് പറഞ്ഞാൽ മതിയാകൂല, കേട്ടാലും മതിയാകൂല. ഇവിടുന്ന് കേട്ട മങ്കൂസാണ് അപ്പുറത്തെ പൊരിയിൽ, എന്നാലും സ്ഥാനം തന്നെ. ഇതേ ബുർദയാണ് അപ്പുറത്തെ സ്റ്റേജിലും, എന്നാലും ഹരം തന്നെ. ആ രീതി റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കണം പോരാ, കൂട്ടത്തിൽ റസൂലുള്ളാഹിന്റെ ഇത്തിബാഉം കൂടെ ഉണ്ടായാലോ, മഹബത്തും ഇത്തിബാഉം കൂടെ വന്നാൽ അത് പഞ്ചസാര കുന്നുമ്മലേക്ക് തേമഴ പെയ്യും പോലെ. പഞ്ചാരക്കുന്ന് പറഞ്ഞാൽ തന്നെ മധുര, പിന്നെ അയിമക്ക് തേനിന്റെ മഴയും കൂടിയും പെയ്താലോ ഇരട്ടി മധുരമാകും എന്ന പോലെ റസൂലുള്ളാഹിനോട് മഹബത്തുള്ള നമുക്ക് എവിടത്തോട് ഇത്തിബാഉം കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ, അതേ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടാൻ വേണ്ടി സ്റ്റേജുമ്മ കയറുന്ന കുട്ടികൾ തലയിൽ തൊപ്പി വെക്കുക. ഉദാഹരണം ഞാൻ പറയാണ്, അത് ഉസ്താദ്മാർ ശ്രദ്ധിക്കുകയും ചെയ്യാ. അതുപോലെ റസൂലുള്ളാഹിന്റെ ബുർദ പാടുന്ന ചെറുപ്പക്കാരുണ്ടോ, നല്ല ബുർദ പാടുന്ന ഇമ്പമാർന്ന പാട്ടുകാരുണ്ട്. ഫാൻ്റെ എടുക്കുമ്പോൾ ടൈറ്റ് ഫിറ്റൊന്നും അങ്ങോട്ട് ഒഴിവാക്കുക, നെരിയാന്റെ താഴത്താകാതിരിക്കുക. അവനും തന്നെ പരമാവധി തൊപ്പിയില്ലെങ്കിൽ ഒരു ടവലെങ്കിലും തലയിൽ വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ വെക്കുമ്പോ മഹബത്ത് രണ്ട് രീതിയിലും അർത്ഥത്തിൽ വരുത്തലായി. ഉമ്മമാരെ, റസൂലുള്ളാഹിന്റെ മഹബത്തുള്ള പ്രസംഗം കേൾക്കാൻ വരുമ്പോ നിങ്ങളൊരു മഫ്തയെങ്കിലും ധരിക്കുക, ഇല്ലേ തട്ടത്തിന് കെട്ടിട്ടിട്ട് മാറെങ്കിലും ഒന്ന് മറക്കുക. ഞാൻ പറയാൻ കാരണം റസൂലുള്ളാഹി റൗള ശരീഫിൽ നിന്ന് ഇൻഷാ അല്ലാഹ് വിനീതന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ സദസ്സ് മുത്തനബി കാണുന്നുണ്ട്. നമ്മുടെ വിശ്വാസം അങ്ങനെയല്ലയോ? അതുകൊണ്ട് മുത്തനബിക്കൊന്ന് പൂർണ്ണ സന്തോഷം വരാൻ അവിടുന്ന് ധരിച്ച വേഷം ധരിക്കുമ്പോ, അവിടുത്തെ സംസ്കാരം ഉൾക്കൊള്ളുമ്പോ, അവിടുത്തെ മഹത്വം പാടുകയും കൂടെയാകുമ്പോ, വിശ്വാസം കൂടെ രൂഢമാകുമ്പോ, അല്ലാഹു തആല അടച്ചാക്ഷേപിച്ചൊരു അധ്യായം തന്നെ ഇറക്കിയ അബൂ ലഹബ് ബൈ ചാൻസ് റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ സന്തോഷിച്ചതിന്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ചയും നരകത്തിലായിരുന്നിട്ടും ഒരു പാനീയം കുടിപ്പിക്കപ്പെടുന്നുവെങ്കിൽ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന മഹബത്ത് വെക്കുന്ന നമ്മള് ആ റസൂലുള്ളാഹിന്റെ സുന്നത്തും കൂടെ പിൻപറ്റുമ്പോ വല്ലാത്ത സ്നേഹം തോന്നും. പക്ഷേ സംഭവിച്ച അബദ്ധങ്ങളും കുറ്റങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ നത്താണിക്കമുകൾ ഇറക്കി വെക്കാൻ കഴിഞ്ഞാൽ അല്ലാഹും അത് പൊരുത്തപ്പെടാതിരിക്കുമോ? റഹീലൻ റഹീലൻ യാ ഉസാത്തുലി തൈബതി ഫഇന്നാ ബിഗൽ ഔസാർ തുർമാനുൽ നഗരി. ആശിഖീങ്ങളായ മുഹിബ്ബീങ്ങളായ പ്രവാചക പ്രേമികൾ പാടിയില്ലേ, റഹീലൻ റഹീലൻ യാ ഉസാത്തുലി തൈബതി. ഓ പ്രവാചക പ്രേമികളായ മുഹിബ്ബീങ്ങളായ സുന്നികളെ,
വണ്ടി വിട്ടോ, വാഹനം കേറിക്കോ, യാത്ര പറഞ്ഞോ. എങ്ങോട്ട്? വിശ്വാസം ക്ലിയറാണ്, പ്രവാചകരോട് മഹബത്ത് ഉറപ്പാ. പക്ഷേ തെറ്റുകുറ്റങ്ങൾ വന്നുപോയി എങ്കിൽ വേഗം മദീനയിലേക്ക് വണ്ടി കേറിക്കോ. പാപം ചെയ്ത മുഅ്മിനീങ്ങളും അവരെ മുതുകിനെ തൊട്ട് പാപം ഇറക്കി വെക്കുന്ന കേന്ദ്രം അത് മുത്ത് റസൂലുള്ളാഹിന്റെ മദീനയാണ്. അതുകൊണ്ട് ആ മദീനയിലേക്ക് എത്തുന്ന രീതിയിൽ മൗലൂദ് ഓതാനും സ്വലാത്ത് ചൊല്ലാനും അവിടുത്തെ ചരിത്രം പഠിക്കാനും അവിടുന്ന് ജനിച്ച ദിവസത്തിലൊക്കെ സന്തോഷിക്കാനും പരമാവധി പരിശ്രമിച്ചോ. അതിനുവേണ്ടി സ്ഥാനം കൊടുക്കുന്ന, അതിനുവേണ്ടി പ്രഖ്യാപനം നടത്തുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ദീനീ സംഘടനകളും ആ സംഘശക്തിക്ക് നേതൃത്വം നൽകുന്ന റസൂലുള്ളാഹിന്റെ കുടുംബ പാരമ്പര്യത്തിലും പ്രവർത്തന പാരമ്പര്യത്തിലും മാത്രമല്ല റസൂലുള്ളാഹി തങ്ങളുടെ വേഷവിധാനങ്ങളിലും ഇബാദത്തിലും അടക്കം റസൂലുള്ളാഹിനെ ഫോളോ ചെയ്ത് ഈ കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലമായി ആത്മീയ രംഗത്ത് പ്രശോഭിക്കുന്ന താജുൽ ഉലമാ, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, അവിടുത്തെ തണലിൽ പുന്നാദ റസൂലുള്ളാഹിയുമായി കണക്ഷൻ കൊടുക്കുകയും പല തവണ റസൂലുള്ളാഹി ആളുകൾ ആ വഴിക്ക് നയിക്കുകയും ചെയ്തു. ഒരു സുന്നി നവജാഗരണ വിപ്ലവത്തിന്റെ പടപ്പാട്ടടിച്ചപ്പോ മുത്ത് റസൂലുള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം ആ നബിത്തങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന വസ്തുക്കൾ ബഹുമാനപ്പെട്ട എപി ഉസ്താദിന് എത്തിക്കപ്പെട്ടുവെങ്കിൽ ആ പണ്ഡിത നേതൃത്വത്തിന് പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കാൻ തയ്യാറെടുക്കുക എങ്കിൽ അൽ മർഉ മഅ മൻ അഹബ്ബ, ആരെ സ്നേഹിക്കുന്നു അവർ പോയിടത്തേക്ക് പോകും എന്നാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ട് ഇറ്റലിക്ക് വേണ്ടിയിട്ട് ഉറക്കമൊഴിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഇവിടെ അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ കളത്തിലേക്ക് ഇറങ്ങാറുണ്ട്. വേൾഡ് ക്രിക്കറ്റ് നടക്കുമ്പോൾ അതിനുവേണ്ടി നല്ല ലൈറ്റ് ഫിറ്റ് ചെയ്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് വയലുകൾ നികത്തി കളിക്കാറുണ്ട്. എന്നാൽ ആ കളിക്കാർ മുഴുവനും ഭൗതികമായ ലോകത്തും മാത്രമാണ് നിങ്ങൾക്ക് പിന്തുണ നൽകുന്നത്. അത് തന്നെ നിങ്ങൾ മരിച്ചാൽ നിസ്കരിക്കാൻ മറഡോണ എത്തൂല, നിങ്ങളെ ബാപ്പാന്റെ കബറുമ്പുറത്തേക്ക് അർജന്റീനക്കാര് വരൂല, നിങ്ങളെ വല്യമ്മക്കൊരു യാസീനോദാൻ ശ്രീശാന്തനെയും ശ്രീകാന്തനെയും കളി കാണൂല. നാളെ മഹ്ശറിൽ സ്വാത്വാനം കിടക്കാൻ സമയത്ത് അവിടെ അന്വേഷിച്ചാൽ അസ്റുദ്ദീൻ എവിടെയെന്ന് ചോദിച്ചാൽ ബഷീട്ട് തരുന്ന കിട്ടൂല. അതുകൊണ്ട് തന്നെ സ്വാത്വാനം കടക്കാൻ, മീസാൻ എന്ന തുലാസ് തൂങ്ങാൻ, അവിടെ അർശിന്റെ തണൽ ലഭിക്കാൻ, സ്വർഗത്തിൽ കടക്കാൻ മുത്ത് നബിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന പണ്ഡിത സാദാത്ത് നേതൃത്വത്തോടൊപ്പം ശക്തമായ ഒറ്റക്കെട്ടായി അണിനിരക്കുകയും അവർക്ക് വേണ്ടി പിന്തുണ കൊടുത്ത് പ്രാർത്ഥിച്ച് ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തി സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഹബീബിന്റെ മഹബ്ബത്ത് നമുക്ക് പിടിച്ചു പറ്റാം. അതിലൂടെ നമുക്ക് കരകയറാം, ആഖിറത്തും രക്ഷപ്പെടാം. അല്ലാഹു ജല്ല ജലാലു നമുക്കതൊരു ഭാഗ്യം തരട്ടെ. മുത്ത് റസൂലുള്ളാഹിനെ ആത്മാർത്ഥമായി മഹബ്ബത്ത് വെക്കുന്ന യഥാർത്ഥ മുഹിബ്ബീങ്ങളിലും ആശിഖീങ്ങളിലും പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാളെ ആഖിറത്തിലെത്തുമ്പോ ഖബർ മുതൽ സ്വർഗ്ഗത്തിലെത്തുന്നത് വരെ പുന്നായ റസൂലുള്ളാഹിന്റെ ഹെൽപ്പ് ആസ്വദിക്കാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ ഉസ്താദുമാർക്കും ശിഷ്യന്മാർക്കും ഈ പരിപാടിയോട് സഹകരിച്ച് സ്നേഹിച്ച സഹായിച്ച മുഴുവൻ പ്രവർത്തകന്മാർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ. വേർന്ന് അതിന്റെ ഇടയിലേ പാട്ടങ്ങളുടെ അടുത്ത് കൂടെ അങ്ങനെ വരും ഒരു ബക്കറ്റ്. അപ്പൊ ശ്രദ്ധ നിങ്ങൾ ഇനി പ്രസംഗിക്കുന്ന പ്രസംഗത്തിലേക്ക് കൊടുക്കുക, കൈ പോക്കറ്റിൽ വെക്കുക. എന്നിട്ട് നല്ല അടിക്ക് പോകേണ്ട, വറ്റൊന്നും എടുക്കേണ്ട, ആ തെളി മാത്രം ഇങ്ങനെ ആ ബക്കറ്റ് കിട്ടു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ബുർദ ചൊല്ലി അർവാനൊക്കെ മുട്ടി സുൽത്താൻ മധുഹാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇനി ആ മധു ഇങ്ങനെ പാടുകയാണ്. പാടുമ്പോഴേ നിങ്ങൾ ഇങ്ങനെ കേവലം ഒരു എന്തോ ഒരു പാട്ട് കേൾക്കുമ്പോഴില്ല, അതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ആവാഹിച്ചിട്ട് ആ പാട്ടിൻ്റെ ഒപ്പം നമ്മളിങ്ങനെ പോവുക. അതിനെ സ്പെഷ്യൽ ടീമിനെ വിളിച്ച്, സാധാരണ എന്നെപ്പോലത്തെ മൂല്യന്മാരും എല്ലാക്കാരും എല്ലാം കുത്തിർന്നാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകുക. അപ്പൊ ചിലപ്പോൾ കുറച്ച് ചെയ്യുമ്പോഴേക്കൊക്കെ മുടക്കും. അതേസമയത്ത് ഇത് അതിനു വേണ്ടി സെലക്ട് ചെയ്ത ആളുകളെ വിളിച്ച് നല്ല പരിശീലിച്ച് അർവനമുട്ടുകാരൊക്കെ വരുത്തിയിട്ട് ആ പാട്ട് ഇങ്ങനെ പാടും. അതിനൊക്കെ കൂലി ഏറെ തന്നെയാണ്. എന്ത് ഇമാമത്തിക്കുന്ന സമയത്തും ബാങ്ക് കൊടുക്കുന്ന സമയത്തൊക്കെ സ്വരമാതിരിയുള്ള ആൾ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ്, എന്തിനാ ചൊറുക്കുള്ള ആൾ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ്, എന്തിനാ ഹത്തീബിന്റെ വേഷമാണെന്ന് പറഞ്ഞ് അതിനൊരു ഐഡന്റിറ്റി ഉണ്ട്. ഇബാദത്തുമായിട്ട് ബന്ധം കിട്ടാതൊക്കെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിനിപ്പോ ഞാൻ അസൂയായിട്ടിട്ട് കാര്യമുണ്ടോ? ചിലപ്പോൾ അതാ തകരാറ്. എന്തേ നല്ല ബുർദുള്ള
ആളെ കണ്ട അങ്ങനെ ചെല്ലണാട്ടില്ലേ ഏതാണ് എനിക്ക് അവനോട് അസൂയ, ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്നോട് ഓൽക്കും അസൂയ. അങ്ങനെയല്ല, എല്ലാപ്പാടും കൂടി അള്ള കൊടുത്ത കഴിവ് അള്ളാന്റെ ദീന് ആകെ അതാണ് ഇപ്പൊ പ്രശ്നം. അള്ളാഹ് നമ്മളൊക്കെ കൽബ് നന്നാക്കി തരട്ടെ. അങ്ങനെ അസൂയും കുശുമ്പും കുയിന്തും ഒന്നും ഇല്ലാതെ നല്ല തെളിഞ്ഞ ഹൃദയം അത് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അങ്ങനെ ബുർദ അങ്ങനെ ചെല്ലുമ്പം നമ്മളങ്ങനെ അങ്ങോട്ട് പോകാം. പറഞ്ഞില്ലേ ഉസ്താദിമാമൊക്കെ എന്റെ പുന്നാര റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യൽ എന്റെ ഒരു ഏർപ്പാടായി ഞാൻ അങ്ങോട്ട് കണ്ടു. അങ്ങനെ എന്റെ ഒരു ഏർപ്പാടായിട്ട് ഞാൻ അതാണ് കണ്ടപ്പോ എന്റെ കാര്യം ഒക്കെ ഫത്ഹായി കിട്ടിയതാ. അപ്പൊ നിങ്ങൾ എന്ത് വിഷമം ഉണ്ടെങ്കിൽ കുട്ടികളെ കെട്ടിക്കാനായി പെൺകുട്ടികളുണ്ടോ, നല്ല കള്ളില്ലാത്ത അടി പാർസൽ വരാത്ത ഒരു ജാതി വയന്ന കൊക്കിയും കൊളത്തുള്ള പാൻറ് ഇടാത്ത നല്ല പുതിയാപ്പിളാരെ കിട്ടുന്നത് പെൺകുട്ടികൾ കരുതുക. എന്റെ പെൺകുട്ടിയൊക്കെ നല്ല നിക്കച്ചു പുതിയാപ്പിള അമ്മായിമാരും കരുതുക. എന്റെ പുതിയാപ്പിളക്ക് ഇപ്പൊ കുറച്ചായിട്ട് എന്നോട് എന്തൊക്കെയോ ഒരു അത് ശരിയാക്കാൻ അങ്ങോട്ട് മനസ്സിൽ കരുതുക. പുതിയാപ്പിള കരുതുക എന്റെ കുടിക്കാരത്തി ഇപ്പൊ എന്തോ കുറച്ചായിട്ട് ഒരു മേത്ത് കിടക്കല അത് നന്നാകെ നമ്മളും കരുതുക. അങ്ങനത്തെ പരസ്പരം ആകത്തെ നല്ല മനസ്സ് വെച്ചിട്ട് നമ്മൾ ഈ ബൈത്തുലും മുറാദിലൊക്കെ പങ്കെടുത്താൽ ഇൻഷാ അല്ലാഹ് വജത്തുൽ ഖലാസി നമ്മളെ രക്ഷക്ക് ദുനിയാവിലും ആഖിറത്തിലും ഇൻഷാ അല്ലാഹ് മാലി മൗലൂദും ബുർദി മാത്രം മതി. അല്ലാഹു മഹാന്മാരെ മഹബത്ത് കൊണ്ട് അവർക്ക് റസൂലുള്ളാഹിനോട് ഉണ്ടായിരുന്ന മഹബത്ത് കൊണ്ട് നമ്മയൊക്കെ കരകയറ്റി തിരുമാറാവട്ടെ. ഇതുപോലെ ഒരു സദസ്സ് അപ്പുറത്ത് കാത്തിരിക്കുന്നത് കൊണ്ട് 9 മണിക്ക് അവിടെ എത്താന്നാ ഞാൻ പറഞ്ഞു. 10 മണിക്കെങ്കിലും എത്തിയിട്ടില്ലെങ്കിൽ മോശമല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദുആ വസിയത്തോടെ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.